നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അത്തരം മാറ്റങ്ങളുടെ റിഫ്ലക്ഷൻസ് നമ്മുടെ സിനിമാ മേഖലയിലും ഇന്നോ ഇന്നലെയോ വന്നു എന്നല്ല, കുറച്ച് കാലമായിട്ട് നമ്മളത് കേൾക്കുകയും കാണുകയും അതിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റമാണ് എല്ലാ സിനിമാ ലൊക്കേഷൻസിലും ഇൻറ്റേർണൽ കമ്മിറ്റികൾ വേണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന കാര്യം. എന്നാൽ പോലും എന്താണ് ഇപ്പോൾ ഉണ്ട്, ഫിലിം ചേംബറിൻ്റെ അണ്ടറിൽ എല്ലാ സംഘടനകളിൽ നിന്നും മെമ്പേഴ്സുമായിട്ട് മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട്. കാര്യങ്ങളെല്ലാം പല സിനിമ എന്താ പറയുക ലൊക്കേഷൻസിലും വളരെ ആക്റ്റീവായിട്ട് അത് നടത്തുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. അവെയർനെസ്സിൻ്റെ ആവശ്യം ഇനിയും കൂടുതലാണ്. ആ ഒരു പോയിന്റിലാണ് ഇന്ന് നമ്മളിവിടെ ഒരു ഡിസ്കഷനുമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്കഷനിൽ നമ്മുടെ കൂടെ ചേരുന്നത് ശ്രീ മുകേഷ് മേത്ത, E4 എൻ്റർടൈൻമെൻറ്റ് CEO ആണ് അദ്ദേഹം. അത് മാത്രം പറഞ്ഞാൽ പോരാ അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഈ ഒരു കാര്യം, ഈ എന്ന് പറയുന്ന കാര്യം വളരെ കൃത്യമായി കൊണ്ടുപോകുന്ന ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. പിന്നെ നമ്മുടെ സ്വന്തം ബേബി അമ്പിളി, നമ്മൾ ഒരുപാട് സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ടുള്ള അമ്പിളി ഇപ്പോൾ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അമ്പിളി ജോയിൻ ചെയ്യുന്നുണ്ട്, അഡ്വക്കേറ്റ് ഫെറ ജോയിൻ ചെയ്യുന്നുണ്ട്, അഡ്വക്കേറ്റ് ഹേമ. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഡിസ്കഷൻസിലേക്ക് പോകാൻ തോന്നുന്നു. സർ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2022 ഹൈക്കോർട്ടിൻ്റെ ഒരു ഡയറക്റ്റീവ് വെച്ചിട്ട് വനിതാ കമ്മീഷനും ഒക്കെ പറഞ്ഞതിൻ്റെ പുറത്ത് ചേംബറിനെ അപ്പെക്സ് ബോഡി ആക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സംഘടനകളിൽ നിന്നും മെമ്പേഴ്സിനെ വെച്ചൊരു മോണിറ്ററിംഗ് കമ്മിറ്റി തുടങ്ങുകയും നമ്മൾ സിനിമകളുടെ ലൊക്കേഷൻസിൽ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്ത് ആ സമയം തൊട്ടും, അതിനു മുമ്പ് എനിക്കറിയില്ല, പക്ഷേ ആ സമയം തൊട്ട് എന്തായാലും സാറിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് വളരെ കൃത്യമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൊണ്ടുപോകുമ്പോൾ പോലും നമ്മൾ പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു ടെക്നിക്കൽ ഇതിൽ നിന്നിട്ടാണ് പറയണത്. പക്ഷേ സാർ അതിൻ്റെ എപ്പോഴും ആക്റ്റീവായിട്ട് സിനിമ എടുക്കുന്ന ഒരു പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ സാർ ഏത് തരത്തിലാണ് ഈ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെയാണ് സാർ അത് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സാറിന്? അല്ല, ഇത് ആദ്യം ഗവൺമെൻറ്റിനെ നന്ദി പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്ര ആക്റ്റീവായിട്ട് ഇത് ആരും ഫോളോ ചെയ്യായിരുന്നു. കാരണം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ അതേപോലെ കേരളയുടെ മിക്ക പ്രൊഡ്യൂസേഴ്സ് 98% പ്രൊഡ്യൂസേഴ്സുടെ സെറ്റിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. കാരണം നമ്മൾ എല്ലാ കൊല്ലവും 100-200 പടങ്ങളിനേക്കാൾ കൂടുതൽ പടങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വല്ലപ്പോൾ റെയറായിട്ട് വല്ല ഇൻസിഡൻറ്റ് നടക്കുന്നു. അതും ഇപ്പോൾ ഈ മീഡിയ ഇങ്ങനെ വന്ന് കാണാൻ ഈ പ്രശ്നങ്ങളായിട്ട് പുറത്ത് അറിയപ്പെടുന്നത്. ഇല്ലെങ്കിൽ അത് കൂടി അങ്ങനത്തെ സീരിയസ് പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടത് സിനിമ തുടങ്ങുന്ന മുമ്പാണ്. ഇപ്പോൾ നല്ല ഒരു നിർദ്ദേശമാണ്. നമ്മളുടെ പടങ്ങളുടെ തന്നെ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ് ഡിസൈനറോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിൻ്റെ ഹെഡാക്കിയിട്ട്, കാരണം അവർക്കായിരിക്കും ലേഡീസിൻ്റെ പ്രോബ്ലം കുറച്ചുകൂടി അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഒരു ലേഡിക്ക് വേറെ ഒരു ലേഡീനടുത്ത് പ്രശ്നങ്ങൾ പറയാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലേഡിയെ നമ്മൾ അതിൻ്റെ കമ്മിറ്റിയുടെ ഹെഡാക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു 3-4 റെസ്പോൺസിബിൾ ആൾക്കാർ വെച്ചിട്ട് അങ്ങനത്തെ ഒരു കമ്മിറ്റി എല്ലാ സെറ്റിലും ഉണ്ടാവണം. അത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അത് വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് സാറിന് അത് അത്തരത്തിൽ ഫീൽ ചെയ്യും? ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അവയർനെസ് ജോലി ചെയ്യുന്ന ആൾക്കാരിലുണ്ട്. ഇതിനു മുമ്പും അതില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ അന്ന് പ്രൊഡ്യൂസറോ പ്രൊഡക്ഷൻ മാനേജർ മാത്രമായിരുന്നു റെസ്പോൺസിബിൾ. ഇപ്പോൾ ഒരു സെറ്റിൽ ഒരു പ്രോബ്ലം നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വേസ്റ്റ് സഫർ ആവുന്നത് ഒരു പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ മാനേജറിനേക്കാൾ കൂടുതൽ. കാരണം നമ്മളുടെ ഇന്ത്യൻ ലോസ് പ്രകാരം എല്ലാവരും അഡ്വക്കേറ്റ്സ് ആയിട്ട് പ്രൊഡ്യൂസർ ഇസ് ദ മോസ്റ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ടു കീപ്പ് എവറിത്തിങ് ഇൻടാക്ട് ഓൺ ദ സെറ്റ്. നാളെ ഒരു ആക്സിഡൻറ്റ് നടന്നാലും, ഈവൻ ഇല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് നടന്നിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നാലും ദ ഫസ്റ്റ് FIR വിൽ ബി ഫൈൽഡ് ഓൺ ദ പ്രൊഡ്യൂസർ. കാരണം അവരുടെ സെറ്റിലാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിസ് ഈസ് സ്റ്റിൽ എ വേഴ്സ്
മാറ്റർ. ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷുവൽ ഹറാസ്മെൻ്റ് ഒക്കെ അയാൾ പ്രൊഡ്യൂസർ പാവം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അയാളായിരിക്കും അകത്താവുന്നത്. ഓക്കെ, ഇനി സാറിലേക്ക് തിരിച്ചു വരാം. അമ്പിളിയോട് ചോദിക്കുകയാണ്. അമ്പിളി ഇപ്പോഴത്തെ ഒരു അമ്പിളിയോട് ചോദിക്കുന്നേക്കാളും അഭിനയിച്ചിരുന്ന കാലത്ത് ഒരു അമ്പിളി, അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, IC ഇല്ല, സംഭവങ്ങളില്ല, നമുക്ക് അന്നും ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതോ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു? എന്താ തോന്നിയിട്ടില്ല അമ്പിളിക്ക്? നിയമങ്ങൾ വരും തോറും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആവുന്നു എന്നാണോ, ഈസി ആവണമെന്നാണോ തോന്നുന്നത്? നിയമങ്ങൾ ശരിക്കും എപ്പോഴും നല്ലതാണ്. കാരണം നിയമങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു രീതിക്ക് അങ്ങനെ പോയിക്കോളും. പണ്ടത്തെ കാര്യം വെച്ച് നോക്കുമ്പം നിയമങ്ങളില്ലെങ്കിലും കുറച്ച് സീനിയർ ആയിട്ടുള്ള ലേഡീസ് അവർ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അവർ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരതിനെ ഒരു എന്താ പറയുക സേഫ് ഗാർഡ് ചെയ്ത് തന്നിരുന്നു. നമ്മളെ കൂടെ വന്നിരുന്നു. അവർക്ക് വർക്കില്ലെങ്കിലും ചിലപ്പോൾ അസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ കൂടെ വന്നിരുന്നു അവർ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അന്നും നടന്നിരുന്നോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും കുറേ കാര്യങ്ങൾ നല്ല രീതിക്കൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സിനിമയുടെ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിന്നെങ്കിലും ഒരുപക്ഷെ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇത്തരം ഒരു കാര്യം വന്നു നമ്മുടെ മലയാള സിനിമയിൽ. എനിക്ക് തോന്നുന്നു സൗത്തിൽ തന്നെ ഇത് തെലുഗു സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നു സാർ, എനിക്കറിയില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പോയിന്റിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്സ് അതിനെക്കുറിച്ച് ഉണ്ടോ? അമ്പിളി അത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അമ്പിളി നിന്നൊരു മേഖല ആയതുകൊണ്ട്. കാരണം ഇപ്പം മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് പോലെ ഇപ്പോൾ സൗകര്യങ്ങൾ പണ്ടൊന്നും കാരവണില്ല. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ഒരു റൂമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ആ രീതിയിലാണെങ്കിലും അന്നത്തെ പരിമിതമായ സൗകര്യത്തിൽ അന്ന് കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തില്ല. അന്നും കംപ്ലൈൻറ്റ് ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. ഇപ്പം സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു റൂം ഉണ്ടായിരിക്കും, അപ്പോൾ ജൂനിയേഴ്സിന് ചിലപ്പം ഒരുമിച്ചായിരിക്കും അവർക്ക് ഉണ്ടാവുക. അങ്ങനത്തെ കുറേ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതന്നെ ഇപ്പം വലുതായി വരുമ്പം ഇന്നും ആ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതിലൊരു മാറ്റം വരും. ഇത് കറക്റ്റ് ആയിട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തായാലും നമ്മൾ അതെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ IC ഒക്കെ ഉണ്ടാവുമ്പം കൂടുതൽ നമുക്ക് ആ അവെയർനെസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് എനിക്ക് എവിടെ കംപ്ലയിൻറ്റ് ചെയ്യണം, ഞാൻ ICയിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യണോ എന്നുള്ളതിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത് തീരുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അത് മാത്രമല്ല അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രാത്രി പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഒരു ലേഡിക്ക് അതിനേക്കാളും സൗകര്യം ആ ഒരു സെറ്റിൽ IC ഉണ്ടെങ്കിൽ അവരുടെ തന്നെ പോയിട്ട് സംസാരിച്ച് അത് കംപ്ലയിൻറ്റ് കൊടുക്കാനും അവരുടെ ഒരു മെൻ്റൽ സ്റ്റേജ് എന്താണെന്നും അറിയില്ല ആ സമയത്ത് ആ ഇഷ്യൂ നടക്കുമ്പോൾ. അപ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി അപ്പോൾ ഉണ്ടാവുമെന്നും അറിയില്ല. അപ്പം സ്ത്രീകൾ തന്നെയാകുമ്പോൾ അവരോട് പറയാനും ഒക്കെ സൗകര്യം ഉണ്ടാവും. അത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഫെറയിലേക്ക് വരികയാണ്. ഇപ്പം അമ്പിളി പറഞ്ഞൊരു പോയിന്റിൽ അമ്പിളി പറയുന്നുണ്ടല്ലോ, അന്നാണെങ്കിലും ചില കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ റൂമുണ്ട്, ചില താഴെയുള്ളവർക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ICയുടെ കാര്യം വന്നപ്പോഴും നമ്മൾ എന്ത് ഡിസ്കഷൻസ് ഇതുമായിട്ട് പോകുമ്പോഴും വരുന്നൊരു കാര്യമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ വാട്ട് യു ഫീൽ? അപ്പം അവരെയും കൂടെ ഇതിലേക്ക് ഇൻക്ലൂസീവ് ആക്കിയിട്ട് ഇതിൻ്റെ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് അതും കൂടെ കൊണ്ടുപോകേണ്ടത് എന്നാണോ തോന്നുന്നത്? എസ്പെഷ്യലി ലേഡീസ്. കാരണം സ്ത്രീകൾ എപ്പോഴും നമ്മൾ എവിടെ എന്തൊരു പ്രോഗ്രാം ഇങ്ങനത്തെ ഒരു ടോക്കോ എന്ത് വെച്ചാലും അവരിൽ നിന്ന് ഒരു 3-4 പേര് എണീക്കുന്നത് മുഴുവൻ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ വീട്ടിൽ ഗതിയില്ലാഞ്ഞിട്ടല്ല, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒരു കുട്ടിയൊക്കെ അത് സംസാരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു പ്രൊഫഷണലാണ് പക്ഷേ ഇതിനോടുള്ള പാഷൻ കൊണ്ടാണ് വരണത്, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? നമ്മളിപ്പം പല മൂവീസിലും കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്, രാജാവോ മന്ത്രിയോ ബഡനോ എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എന്നുള്ളൊരു സെൻറ്റൻസ് പോലെ തന്നെയാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ സീനിയർ ആർട്ടിസ്റ്റ് ആണോ എന്നല്ല, ഈ ലോ എന്ന് പറയുന്നത് വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ദോസ് ഹു ആർ വർക്കിംഗ്, ഒരു വർക്ക് സ്പേസിലുള്ള ഏത് തസ്തികയിലുള്ള സ്ത്രീകൾക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു ലോ ആണ് ഈ പറയുന്ന പോഷ് ആക്ട്. നമ്മൾ ചെല്ലപ്പേര് വെച്ചിട്ടാണ് പോഷ് ആക്ട് എന്ന് പറയുന്നത്. കമ്മിങ് ബാക്ക് ടു സർ, 2013 ഈ നിയമം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 25 ഇപ്പോഴും നമ്മൾ ഈ നിയമത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വിദൂരതയിൽ നിൽക്കുന്ന ഒരു കാര്യം. ഐ ആം സോ ഹാപ്പി അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ലീഗൽ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. എല്ലാ മൂവീസിലേക്കും ഈ പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ കാണിച്ച ഇനിഷ്യേറ്റീവ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കമ്മിങ് ബാക്ക് ടു മാംസ് ക്വസ്റ്റ്യൻ, അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സീനിയർ ആർട്ടിസ്റ്റിന് എന്നുള്ളതല്ല,
ഒരു വിമൻ വർക്ക് ചെയ്യുന്ന സ്പേസിൽ കൊടുക്കേണ്ട കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റേഴ്സ് ഉണ്ട്. അത് പ്രൊഡ്യൂസറിൻ്റെ ഉത്തരവാദിത്തമാണ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. വെൻ ദർ ഈസ് എ വയലേഷൻ, അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളിടത്താണ് ഇപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ കമ്മിറ്റീസിൻ്റെ ഒരു റോള് വരുന്നത്. ബിഫോർ കമ്മിങ് ടു ഹേമ, ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇഷ്യൂ, പ്രൊഡ്യൂസർ അത് അവെയർ ആയിരിക്കണം എന്ന്. അപ്പോൾ നേരത്തെ സാർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇത് ഗുരുവായൂർ അമ്പലനടയിലെ ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. അവിടെ അങ്ങനത്തെ ഒരു സാധനം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സാർ ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു സൊല്യൂഷനും പറയാൻ പറ്റുമായിരിക്കും. അത് തന്നെയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പോൾ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സും അവെയറാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സെറ്റിട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാം ഇവിടെ 15-20 ദിവസം ഷൂട്ടിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഈ 20 ദിവസം 1000 പേര് വരും. അപ്പോൾ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈസിയസ്റ്റ് സൊല്യൂഷൻ ആയിരുന്നത് അവിടെ ടോയ്ലറ്റ്സ് ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം ഇവിടെയും പേര് വന്നിട്ട് ഈ ടോയ്ലറ്റ്സ് അല്ലാതെ അവരെന്ത് ചെയ്യും? അത് മാത്രം അവിടുത്തെ കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് വരെ നമ്മൾ നാശമാക്കുമായിരുന്നു നമ്മൾ അങ്ങനത്തെ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ. അവിടെ അസൗകര്യങ്ങൾ മാത്രമില്ല, നമ്മൾ ഈവൻ ദി എൻവയോൺമെൻറ്റ് അറൗണ്ട് അസ് ഓൾസോ ഗെറ്റ് സ്പോയിൽഡ്. സോ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഡിസ്കഷൻ വന്നിട്ടുണ്ട് ഈ മറ്റേ ഈ ടോയ്ലറ്റ്സ്. അപ്പോൾ ദർ വർ ലോട്ട് ഓഫ് ഡിസ്കഷൻസ് വേർ ദർ ഹാവിങ് മൊബൈൽ ടോയ്ലറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് പ്രാക്ടിബിൾ ആവുന്നില്ല. അതിൻ്റെ കോസ്റ്റിംഗ് ആണ് എല്ലാം. ഒരു സൈഡിലെ കോസ്റ്റ് കൂടുന്നു, ഒരു സൈഡിലെ പ്രൊഡ്യൂസർ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കണമെന്ന് നോക്കുന്നു. അങ്ങനത്തെ ആ ഒരു tug of war ഉണ്ട്. But sooner or later mobile toilets will definitely happen wherever there is junior artists are there. Especially I think today's producers are more concerned about women junior artists. അതിലൊരു ചേഞ്ച് ഉണ്ടാവും, ഡെഫിനറ്റായിട്ട് ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ കമ്മിങ് ടു ഹേമ, ഇന്ന് ഈ ഒരുപാട് പടങ്ങളുടെ ലീഗൽ അഡ്വൈസറായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നു. അതുകൂടാതെ നമ്മൾ IC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സ്റ്റേണൽ മെമ്പർ എന്ന രീതിയിൽ ഒരു അഡ്വക്കേറ്റിനെ വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ രസകരമായി ഇതേപോലെ ഹേമ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞതാണ്, ഒരു കോള് വന്നു, മാഡത്തിൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു IC ഫോം ചെയ്യുമ്പോൾ അതിലൊരു എക്സ്റ്റേണൽ അപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ് പ്രൊഡ്യൂസറുടെ അടുപ്പത്തിലുള്ളൊരു മെമ്പർ ആവാമോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഒരു IC കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മളൊരു ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ അതൊന്നുകൂടി എല്ലാവർക്കും അറിയാത്തവർക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ആയിരിക്കണം ഒരു ICയുടെ ഒരു ഇത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. എപ്പോഴും നമ്മളൊരു IC കമ്മിറ്റി ഫോം ചെയ്യുമ്പം വാട്ട് ദ പ്രൊഡ്യൂസർ, ബിക്കോസ് ദ പ്രൊഡ്യൂസർ ബീയിങ് ദി എംപ്ലോയർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഫിലിം, എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസറിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കമ്മിറ്റി ആയിട്ടല്ല രൂപീകരിക്കേണ്ടത്. It should be a committee which is comfortable for all the people who are working within that film. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലോ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ സെറ്റിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് എസ്പെഷ്യലി കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്ത് അവർക്ക് ഡിസ്കസ് ചെയ്ത് അവരുടെ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ അത് പറയാനുള്ള ഒരു ഫോറമായിട്ട് വേണം ഒരു IC കമ്മിറ്റീനെ നമ്മൾ ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ മാൻഡറ്ററി ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഇസ് എ പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസർ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ലേഡി പ്രൊഡ്യൂസർ, പാടില്ല. ബിക്കോസ് പ്രൊഡ്യൂസർ എംപ്ലോയറാണ്. പ്രൊഡ്യൂസറിൻ്റെ ഭാര്യ പാടില്ല, പ്രൊഡ്യൂസറിൻ്റെ സിസ്റ്റർ, മദർ, ഈവൻ ഇഫ് ദേ ആർ അഡ്വക്കേറ്റ്സ്, ഇവരാരും ഒരിക്കലും ആ റോള് ഏറ്റെടുക്കരുത്. പ്രിസൈഡിങ് ഓഫീസർ ഷുഡ് ബി എ പേഴ്സൺ ഹൂ ഇസ് വർക്കിംഗ് ഫോർ ദാറ്റ് എംപ്ലോയർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫിലിം സെറ്റ്. അത് ലേഡി ആയാൽ, അപ്പോൾ ഒരു ലീഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലീഡ് ആർട്ടിസ്റ്റിന് ഇപ്പോൾ 10 ദിവസമേ ഷൂട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടും ഇമോഷൻസും ഒരുപോലെ മനസ്സിലാക്കുന്ന തൊട്ട് താഴെയുള്ള ഒരു മിഡ് സീനിയർ ലെവലിലുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എൻ ഐഡിയൽ പേഴ്സൺ ടു ബിക്കം എ പ്രിസൈഡിങ് ഓഫീസർ. ആൻഡ് ദെൻ ദെർ ക്യാൻ ബി 2 more members. ഈ 2 members ഒന്നും മെയിലും ഒന്നും ഫീമെയിലും ആകാം. വൈ മെയിൽ? ബിക്കോസ് നമ്മൾ ഇൻറ്ററോഗേഷൻസിലേക്ക് പോകുമ്പം ആണുങ്ങളെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ വെൻ എ മാൻ ഇസ് കമ്മിങ് ആൻഡ് ടോക്കിംഗ്, ഹീ ഓൾസോ ഷുഡ് നോട്ട് ഫീൽ അൺകംഫർട്ടബിൾ. അപ്പോൾ എപ്പോഴും ഒരു IC കമ്മിറ്റിയിൽ 2 persons അതർ ദാൻ ദ പ്രിസൈഡിങ് ഓഫീസർ 2 persons ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും, സോ ദാറ്റ് എവ്രിബഡി ഈസ് കംഫർട്ടബിൾ. ലൈക്ക് വൈസ് a 4th one will be an external member. External member will be a woman who is either an advocate or a person who is working for the cause of women. എന്തുകൊണ്ടാണ് കോസ് ഓഫ് വിമൻ എന്ന് പറയണതെന്ന് വെച്ചാൽ ഈ ആക്ട് നമ്മളൊരു വിമനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്റ്റാണ്. അപ്പോൾ വിമനിനെ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എങ്ങനെയാണ് അവരുടെ ഇമോഷൻസിനെ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുക, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റിയ
ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെമ്പറിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ മെമ്പറായിട്ട് വെക്കുക. വൈ അഗെയിൻ അഡ്വക്കേറ്റ്? ബിക്കോസ് അഡ്വക്കേറ്റ് മാൻഡറ്ററി അല്ല, ഇറ്റ് ക്യാൻ ബി എനിബഡി എൽസ്. ഒരു NGOയിലുള്ള ഒരാളും കൂടെ ആവാം. പക്ഷേ ദേ ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോഴത്തെ ഒരു ലീഗൽ സിസ്റ്റമും അപ്പോഴത്തെ ഒരു സെക്യൂരിറ്റി സോഷ്യൽ സിസ്റ്റമുമായിട്ട് വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എക്സ്റ്റേണൽ മെമ്പർ ആകുമ്പോൾ ഇറ്റ് വിൽ എൻഹാൻസ് ദ നീഡ് ഓർ ദ ക്വാളിറ്റി ഓഫ് ദി IC കമ്മിറ്റി. അപ്പോൾ IC കമ്മിറ്റിയിൽ ഈ 4 പേര് വളരെ കറക്റ്റായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് ഇത് എല്ലാവരെയും അറിയിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ സ്റ്റെപ്പ് ദാറ്റ് എ പ്രൊഡ്യൂസർ ക്യാൻ ടേക്ക് ടുവേർഡ്സ് ദിസ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ ഈ IC വേണം എന്ന് പറയുകയും നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്സ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരോട് പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഇത് വേണം, അപ്പോൾ ഇന്നെ പോലെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചില സമയത്ത് ഇവർ പറയും നമുക്ക് അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ അറിയില്ല, അല്ലെങ്കിൽ ആരെ വെക്കണം എന്നറിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ പറയുക നിങ്ങളിങ്ങനെ ഇന്ന ആൾക്കാരെ ആരെങ്കിലും വെച്ചോളൂ. അപ്പോൾ നേരത്തെ ഹേമ പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അത് നിങ്ങളും കൂടെ അറിയാതെ അത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തോളൂ. കാരണം ഈ വെക്കുന്ന ആള് ഞാൻ അഡ്വക്കേറ്റിനെ വെച്ചിട്ടുണ്ട്, സേഫ് ആണ്. അപ്പോൾ നമ്മൾ അതിനെടുത്ത മെഷേഴ്സും ഇപ്പം നമ്മളത് കുറച്ചുകൂടി അത് പറഞ്ഞല്ലോ നമ്മൾ ഇൻ റൈറ്റിംഗ് വാങ്ങിക്കുന്നുണ്ടെന്നുള്ള അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. IC കമ്മിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൊഡ്യൂസർ ഒരു IC കമ്മിറ്റീനെ വെക്കുന്നത് എന്തിനാണ്? IC കമ്മിറ്റി ഈസ് ടു ഹെൽപ്പ് ദ പ്രൊഡ്യൂസർ ഓൾസോ. അതൊരു പ്രൊഡ്യൂസറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല. IC കമ്മിറ്റി ഫോം ചെയ്യുന്നത് ആ സെറ്റിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രൊഡ്യൂസറിനേക്കാളും ഭംഗിയായിട്ട് അത് വളരെ നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്ത് എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്പർ ഇസ് എ പേഴ്സൺ ഹൂ ഇസ് ഔട്ട്സൈഡ് ദ ഇൻഡസ്ട്രി, മേ നോട്ട് ബി വർക്കിംഗ് ഇൻ ദാറ്റ് ഫിൽം. അപ്പം അവർക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്താണ്, ഏത് ഫിലിമാണ്, ആരൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, എത്ര ദിവസം ഷൂട്ടുണ്ട്, ഏതൊക്കെയാണ് ലൊക്കേഷൻസ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിസൈഡിങ് ഓഫീസറിനെ സസ്പെൻസിൽ വെക്കരുത്. ഈ നമ്മൾ കമ്മിറ്റി ഫോം ചെയ്ത് കഴിയുമ്പം മേക്ക് ഇറ്റ് അവെയർ ടു ഓൾ ദ പീപ്പിൾ ഇൻ ദാറ്റ് സെറ്റ്. ഇതാണ് നിങ്ങളുടെ IC മെമ്പേഴ്സ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവരോട് പറയുക. ഷീ ഈസ് ദ പ്രിസൈഡിങ് ഓഫീസർ. ആസ് എ ലേഡി ഇഫ് യു വോണ്ട് ടു ടോക്ക് യു ക്യാൻ ടോക്ക് ടു ഹെർ. അല്ല ഒരു മാൻ ആണെന്നുണ്ടെങ്കിൽ ഈ വേറെ 2 പേരുണ്ട്, നിങ്ങൾക്ക് ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഓർ ഇവരുടെ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹരാസ്മെൻറ്റ് വരുന്നതെങ്കിൽ you have an external member. She is not a part of the film. You can call her also. ഇവരുടെ എല്ലാവരുടെയും ഫോൺ നമ്പേഴ്സ് ഇസ് അവൈലബിൾ, വിച്ച് ഇസ് വളരെ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ പോസ്റ്റേഴ്സ് ആക്കിയിട്ട് ഇപ്പോൾ ഫിലിമിൻ്റെ ബസ് യൂണിറ്റിൽ ഞാൻ പറഞ്ഞു അതുപോലെ നമ്മളുടെ ലൊക്കേഷൻസിലും ഷൂട്ട്സിലും വളരെ വിസിബിൾ ആയിട്ട് തന്നെ നമ്മൾ അത് പോസ്റ്റർ ഒട്ടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ വിളിക്കണം. അവർക്ക് വിളിക്കാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് ഈ പറയുന്ന അവെയർനെസ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരെയും ഒന്ന് അറിയിക്കുക, ഇവരാണ് നിങ്ങളുടെ IC മെമ്പേഴ്സ്, കോൾ ദെം ഫോർ എനിത്തിങ്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്പറിന് സർപ്രൈസ് ആയിട്ട് ഒരു കോൾ വരികയാണ്, ഞാൻ ഈ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ മെമ്പറിനെ അറിയണം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫിലിം സ്റ്റാർ വിളിച്ചൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അത് സ്വന്തമായിട്ട് നമുക്ക് വന്നൊരു ലിറ്റിഗേഷൻ അല്ല. ഞാൻ ആ ഫിലിമിൻ്റെ IC കമ്മിറ്റിയുടെ ഒരു എക്സ്റ്റേണൽ മെമ്പറാണ്. അപ്പം വിത്ത് വാട്ട് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ എത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റിയോടെ എത്ര റെസ്പോൺസിബിൾ ആയിട്ട് വേണം ഞാനതിൽ ബിഹേവ് ചെയ്യാൻ എന്നൊരു എക്സ്റ്റേണൽ മെമ്പർ അറിയണമെങ്കിൽ ഇറ്റ് ഈസ് വെരി നെസസറി ദാറ്റ് ദേ നോ ദാറ്റ് ദേ ആർ എ പാർട്ട് ഓഫ് ദ കമ്മിറ്റി. അല്ലേ? അത് നമുക്ക് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലൊരാളെ ഇപ്പുറത്തെ വീട്ടിലൊരാളെ എങ്ങനെയോ ഒപ്പിച്ചൊരു 4 പേരുടെ പേര് എഴുതി നമ്മളൊരു ലിസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ അതൊരിക്കലും നമ്മളോട് തന്നെ ചെയ്യുന്നൊരു ജസ്റ്റിസ് അല്ല. ഇഫ് യു വോണ്ട് ടു ഡു പ്രോപ്പർലി ഒരു അഡ്വക്കേറ്റിനെ കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇന്നിപ്പോൾ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ ക്രിയേറ്റിംഗ് അവെയർനെസ്. അപ്പം ജസ്റ്റ് ഗിവ് ദം ദാറ്റ്. ഇത് നിങ്ങൾ ഇന്ന് പടത്തിൽ എക്സ്റ്റേണൽ മെമ്പർ ആണ്, ഇഫ് ദർ ഇസ് എനി ഇഷ്യൂ പീപ്പിൾ വിൽ കോൾ യു. ആ ഒരു സെൻറ്റൻസ് മതി, ദെൻ ദേ വിൽ നോ. നാളെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എത്ര സീരിയസ്നെസ് അതിന് കൊടുക്കണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ബിക്കോസ് ഇതൊരു ടൈം ബൗണ്ട് പീരീഡിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയുമാണ്, കംപ്ലയിൻറ്റ് പ്രോസസ്സും അങ്ങനെയാണ്. അപ്പോൾ എത്രത്തോളം സീരിയസ്നെസ് അതിന് കൊടുക്കണം എന്നുള്ളത് ഒരു എക്സ്റ്റേണൽ മെമ്പർ അറിയുന്നത് ഓൺലി ഇഫ് ഷീ ഈസ് അവെയർ ദാറ്റ് ഷീ ഈസ് എ പാർട്ട് ഓഫ് ദി IC കമ്മിറ്റി. കമ്മിങ് ടു യു സർ, ഇപ്പോൾ സാർ ഇത് തുടക്കം മുതൽ ഇത് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, ഇങ്ങനെ ഇത് വെക്കണം, ലൊക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്യണം, വാട്സാപ്പ് ഗ്രൂപ്പിൽ വെക്കണം. തുടങ്ങുന്നതിന് മുമ്പ് ചില ഇവർ ചെയ്യാറുണ്ട്, എല്ലാവരെയും അറിയിക്കും ഇന്ന ആൾക്കാർ. അപ്പം സാറിൻ്റെ ഒരു മൂവിയിൽ സാർ അത് ഏത് പാറ്റേൺ ആണ് ചെയ്യാറ്? ഇല്ല, ഇപ്പോൾ ഇതിലെ ഒരു പോയിന്റ് ഹേമാജി പറഞ്ഞത് എനിക്ക് സ്ട്രെസ് ചെയ്യണം. കാരണം നമ്മളുടെ പടത്തിലുള്ള എല്ലാം
വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കൂടി ആ കമ്മിറ്റിക്ക് കൊടുക്കണം. എല്ലാവരും കമ്മിറ്റി ഫോം ചെയ്യാൻ മാത്രമേ നോക്കുന്നുള്ളൂ, പക്ഷേ ആ ഫിലിം സെറ്റിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഫോൺ ചെയ്താലേ അവർക്കറിയില്ല ഇത് ഏത് ഫിലിമിൽ നിന്നാണ് ആരാണ് വിളിക്കുന്നത്. അപ്പോൾ ദേ ഷുഡ് ഓൾസോ ഹാവ് ദ ലിസ്റ്റ് ഓഫ് ഓൾ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ ഫിലിം ഓൾസോ. So that's one thing which I realized today and will happen next time onward. അതുപോലെ സാർ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പം പറഞ്ഞൊരു അതന്നെ, see we started initially വിതരണ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആസ് വി ഗോ ഓൺ ഡിസ്കസിങ് ഐ റിയലൈസ് ദാറ്റ് പറയുന്നത് മാത്രം പോരാ, ഈ കേൾക്കാനുള്ള ക്ഷമ കൂടി അവിടെ ഉള്ള കമ്മിറ്റിയിലെ ആൾക്കാർക്ക് വേണം. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അങ്ങനെ അവർ പേഷ്യൻ്റായിട്ട് കേട്ടാൽ മാത്രമേ അവർക്കത് മനസ്സിലാക്കാനും കഴിയും, അതേപോലെ അതിന് ഒരു സൊല്യൂഷനും കൊണ്ടുവരാൻ പറ്റും. So these are two things which I learned from our discussion today. I'm being very honest about it. അത് ഞാൻ പറഞ്ഞു സാർ നേരത്തെ അതുപോലെ ഒരു സജഷൻ വെച്ചതാണ് ടൈറ്റിൽസിൽ ടൈറ്റിൽസ് മസ്റ്റ് ആയിട്ട് വേണം, ഡെഫിനറ്റ് ആയിട്ട് വേണം. ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ട്, ഇവരാണ് ഇതിൽ. ബിക്കോസ് ആസ് ഗോയിങ് ഫോർവേഡ് ദേ ഓൾസോ വിൽ ബിക്കം പ്രോമിനൻറ്റ്. ഇങ്ങനത്തെ ഈ മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ട് ഈ കമ്മിറ്റിയിലുണ്ട്, ദേ ആർ റെസ്പോൺസിബിൾ. അങ്ങനെ ദേ ഓൾസോ ഷുഡ് ഗെറ്റ് ദ ക്രെഡിറ്റ് ഫോർ ഹാവിങ് കണ്ടക്റ്റഡ് ദ പ്രൊസീഡിങ്സ് ഓൺ ദ സെറ്റ് വെൽ. അവർക്ക് കൂടി ക്രെഡിറ്റ് കിട്ടും. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ അവയർനെസ് ബ്രോ. അവയർനെസ്സിന്റെ ഒരു ഭാഗമാണ് ടൈറ്റിലിൽ വെക്കാൻ. സോ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ കെയിം ടു നോ ദാറ്റ് ഓക്കെ ഇങ്ങനെ ഒരു കമ്മിറ്റി ഈ മൂവിയുടെ പാർട്ടായിരുന്നു. സോ ദോസ് ആർ ഇൻട്രസ്റ്റഡ് ടു കണ്ടിന്യൂ വിത്ത് ഇറ്റ്. ലൈക്ക് നെക്സ്റ്റ് മൂവി എടുക്കാൻ പോകുന്ന ആൾക്ക് അതാണ് ബിഗസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അവര് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവര് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടെ നമ്മൾ സാധാരണ ഒരു ആർട്ടിസ്റ്റ് നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ അടുത്ത പടത്തൊക്കെ വിളിക്കാറുണ്ടല്ലോ, അതേപോലെ ഈ കമ്മിറ്റി നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഇന്ന സ്ഥലത്ത് ഹെൽപ്പ് ലൈൻ ആയിട്ട് വിളിക്കുക. അതുപോലെ ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്കും അതിൻ്റെ അകത്തൊരു ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഐ ആം കംഫർട്ടബിൾ ഈ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഈ പ്രൊഡക്ഷൻ ഫ്രീഡം എന്ന് പറയുന്ന അവിടെ ഇവിടെ ഉണ്ട്, ആർട്ടിസ്റ്റുകൾക്ക് ഫ്രീഡം ഉണ്ട്. ഐ വിൽ ബി മോർ കംഫർട്ടബിൾ ടു വർക്ക് ദ സെയിം പ്രൊഡക്ഷൻ ഹൗസ്, സെയിം ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അതിനുള്ള ഓർഗനൈസിങ് ആൾക്കാർ ആരൊക്കെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അവയർനെസ് ആൻഡ് ഷെയറിംഗ് ഇൻഫർമേഷൻ ആയിരിക്കും. അതൊരു റെലവെന്റ് ആട്ടോ. കാരണം പണ്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അവർ പിന്നെ അടുത്ത പ്രോജക്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും വർക്ക് ചെയ്യാൻ. കാരണം നമ്മൾ കംഫർട്ടബിൾ ആവും ഭയങ്കരമായിട്ട്. ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യണം ഈ നല്ല കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന പ്രൊഡക്ഷൻ ഹൗസസിനെ കൂടി റെക്കഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് ഒരു അവാർഡ് കൊടുക്കണം. അത് കറക്റ്റ് ഒരു നല്ല പോയിന്റ് ആണ്. ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മളിതിൽ ഫോം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർ ചെയ്തത് വെച്ചിട്ടും എല്ലാം വെച്ചിട്ട്. പക്ഷേ ഫെറ അത് നോക്കുമ്പോഴും അതിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ഇൻഡെപ്ത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? അപ്പം അതിൽ എന്താണ് അതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം? ഇനി വരാം എന്താ ഞാനിത് ചോദിക്കാൻ ഒരു മേജർ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിത് തുടങ്ങിയ സമയത്ത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ലോഞ്ച് ചെയ്യുന്ന ആ ഒരു ഇവൻറ്റിലൊക്കെ വെച്ചിട്ട് നമ്മുടെ തന്നെ ചില പ്രൊഡ്യൂസേഴ്സിന് ആദ്യം വന്ന കൺസേൺ ആണ്, ഇപ്പോൾ ആ പ്രൊഡക്ഷൻ തീരുന്നത് വരെ ഈ പ്രൊഡ്യൂസറാണ് ഇതിന് റെസ്പോൺസിബിൾ ആവുന്നതെന്ന് പറഞ്ഞപ്പം ഒരു പ്രൊഡ്യൂസർ റേസ് ചെയ്തൊരു കൺസേൺ ആണ്. ഇപ്പോൾ ഒരു ഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് ആ സ്പേസിൽ രണ്ടുപേര് ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ട്, എ മാൻ ആൻഡ് എ വുമൺ. ആ സ്ത്രീയോട് ഇയാൾ എന്തോ മോശം പെരുമാറി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അതിനും ഇയാൾ റെസ്പോൺസിബിൾ ആവില്ലേ? അപ്പോൾ അതൊരു പ്രൊഡക്ഷനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ ഒരുപാട് ഇത് ചെയ്യില്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുക? ബിഫോർ ദാറ്റ് എനിക്കൊരു കാര്യം അഡ്രസ്സ് ചെയ്യാനുള്ളത്, നമ്മളുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ലിമിറ്റേഷൻസും ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് നമ്മളുടെ ആക്ടിവിറ്റി ഒരു ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ അതേപോലെ ഒരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് എ മാൻഡേറ്ററി പോസ്റ്റ് കോൾ HSE ഓഫീസർ, ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഓഫീസർ. ഇങ്ങനൊരു പോസ്റ്റ് ആക്ച്വലി നമ്മളുടെ ഇൻഡസ്ട്രിയിലില്ല, ഇൻഡസ്ട്രി ഇപ്പോൾ ലീഗൽ ഫെറ്റേണിറ്റിയിലും ഇല്ല. സോ ബെനഫിറ്റ് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇങ്ങനത്തെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് പറയില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ വെയറിങ് എ ഗ്ലൗസ്, ഹെൽമെറ്റ്, അതെല്ലാം ഒരു ഇതിൻ്റെ സേഫ്റ്റിയാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ഫിലിം ഇൻഡസ്ട്രി, ബേസിക് എൻവയോൺമെൻറ്റ്, സാനിറ്റേഷൻ ഫെസിലിറ്റി, അല്ലെങ്കിൽ കാണാൻ വരുന്ന ഒരു ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ഏരിയ അലൊക്കേറ്റ് ചെയ്തിരുന്ന, ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ചാർജിൻ്റെ അണ്ടറിൽ വരും. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡ്യൂസർ വിൽ ബി ഇത് റെസ്പോൺസിബിൾ പേഴ്സൺ. ഇതിലൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആ സെറ്റിലുള്ള വർക്കിംഗ് വുമണിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആക്ട് പ്രകാരമാണെങ്കിൽ വർക്കിംഗ് വുമൺ ആണെങ്കിലായിരിക്കും. അതിനൊരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അത്
ഞാൻ ഒരു പാരലൽ കോളേജിലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്, ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം 2013 വന്ന ഒരു ആക്ടാണ് പോഷ്. അതിന്റെ കഴിഞ്ഞ് 2015 UGC റെഗുലേഷൻസ് ഇതേ ആക്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. സോ ആ ആക്ടിന്റെ താഴെ ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റുഡന്റിനും ഈ പറയുന്ന ഒരു രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഐ ക്യാൻ അപ്രോച്ച് ആ യൂണിവേഴ്സിറ്റിയുടെ IC കമ്മിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമിലർലി ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു മൂവിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഇൻഡെപ്ത് ആയിട്ട് പോകാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ദെൻ വി ഹാവ് ടു മേക്ക് എ പോളിസി ഫസ്റ്റ്. ആ പോളിസി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ പ്രൊഡ്യൂസർ. ഇപ്പോൾ പ്രൊഡ്യൂസറിന് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും ദിസ് ഇസ് അവർ പോളിസി, വി വർക്ക്സ് ഓൺലി അക്കോർഡിംഗ് ടു ദിസ്. അല്ലാതെ നമുക്കിനൊരു എന്താ പറയുക ഒരു വൈഡ് റേഞ്ചിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ആസ് മാം സെഡ്, നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്, ഈ പ്രൊസീജിയർ ടു കംപ്ലീറ്റ് ദിസ് കമ്മിറ്റി ലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണാൻ വരുന്ന ആൾക്കും ദേ ക്യാൻ അപ്രോച്ച് എന്നുള്ളതാണ്. വൈ? ബിക്കോസ് ആസ് പെർ സെക്ഷൻ 2(1) അങ്ങനെ ഒരു നിയമം നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വുമൺ, അതിന് പകരം അവിടെ പേഷ്യൻ്റ് ആയിട്ട് പോകുന്ന ഒരു സ്ത്രീ, അവർക്ക് പ്രോബ്ലം വരികയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലുള്ള വർക്കിംഗ് വുമൻ്റെ ആ ഒരു പരിധിയിൽ അവർ പെടില്ലല്ലോ. അവർ നാച്ചുറലി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം കംപ്ലൈന്റ് ചെയ്യേണ്ടി ഹോസ്പിറ്റലിന്റെ ICയിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്, ബിക്കോസ് ദേ ആർ വിത്തിൻ ദ വർക്ക് പ്ലേസ് ആണ്. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൺസേൺ. ഈ ചോദ്യം കാരണം അത് റെസ്പോൺസിബിലിറ്റിയോടെ ഏറ്റെടുക്കണ്ടേ എന്നാണ് അദ്ദേഹം പറയണത്. അപ്പൊ നമുക്ക് അതിനെന്താണ് ഒരു സൊല്യൂഷൻ? അതായത് ആസ് പെർ വർക്ക് സ്പേസിൻ്റെ ഡെഫിനേഷൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് വർക്ക് സ്പേസ് നമ്മൾ മെൻഷൻ ചെയ്ത് തന്നെ പോകണം. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഹൗസ് ഇവിടെയാണ്, ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ട് ഈ ഒരു ബിൽഡിങ്ങിലാണ്, നാളെ ചിലപ്പോൾ നമ്മൾ മഹാരാജാസ് ഗ്രൗണ്ടിലാണെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസ് വിൽ ബി ഷിഫ്റ്റിംഗ്. അവിടെ ഒരാൾ കാണാൻ വരുന്ന ഒരാൾക്കാണ് ഇഷ്യൂ ഉണ്ടാവുന്നതെങ്കിൽ ഈ റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി ആരാന്നുള്ളതാണ്. ഇപ്പം അത് നമ്മളെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദെൻ ദ വിമൻ ക്യാൻ അപ്രോച്ച് IC എന്നുള്ളതുണ്ട്. If the other person is also part of അതായിരുന്നില്ല, അവിടെ രണ്ടുപേരും വന്ന പുറത്തുനിന്ന് കാണാൻ വരുന്ന ഏതോ രണ്ട് പേര്, ആ ലേഡിക്ക് പ്രശ്നം വന്നാലാണ് ചോദിക്കുന്നത്. അപ്പോ പടത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചത് അപ്പൊ ഞാനാവില്ലേ റെസ്പോൺസിബിൾ? അല്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കാണാൻ വരുന്ന ലേഡി വർക്കിംഗിൽ പെടുവോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇത് രണ്ടുപേരും കാണാൻ വന്നവരാണ്. അദ്ദേഹത്തിന്റെ കൺസേൺ അന്ന് അദ്ദേഹം ഇതിനെതിരെ നിന്നത് ഒരു കാര്യം അതാ. കാരണം പ്രൊഡ്യൂസർ ഒരു മൂവി കഴിയുന്നവരെ അതിൽ വരുന്ന എന്ത് കാര്യത്തിനും റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൺസേൺ പോയത് ഇങ്ങനെയാണ്. രണ്ട് ഔട്ട്സൈഡേഴ്സ് സിനിമ ഷൂട്ട് കാണാൻ ഒരാൾ മറ്റേ സ്ത്രീയോട് മിസ്ബിഹേവ് ചെയ്തിട്ട് പോകുന്നു. അപ്പോഴും നിങ്ങളിത് പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ആക്ച്വലി ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ, ക്ലോസ്ഡ് യൂണിറ്റ് വരുന്ന ഷൂട്ട്സിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നത്, ക്രൗഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസറിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ആയിരിക്കും. വെൻ ഇറ്റ് ഈസ് എ പബ്ലിക്, നമ്മൾ ലുലുമോളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് എ ലിമിറ്റ് ടു ദ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് ദ യൂണിറ്റ് ക്യാൻ ടേക്ക്. ഇപ്പോൾ ആ ഷൂട്ട് കാണാൻ വേണ്ടി ഞാൻ എസ്കലേറ്ററിൽ നിന്നപ്പോൾ എന്നെ ആരോ എന്തോ ചെയ്തു, അത് ഞാനും സിനിമയുടെ ഭാഗമല്ല, ചെയ്ത ആളും സിനിമയുടെ ഭാഗമല്ല എന്ന് പറയുമ്പം how long can the producer be vicariously liable for something that has not happened within his purview? അല്ലേ? അപ്പം അവിടെ നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസും ഇതൊക്കെ we have to read in between the lines depending on what the law has given. ഇപ്പോൾ വർക്ക് പ്ലേസിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, അഫക്റ്റഡ് പാർട്ടി, എംപ്ലോയറുടെ ഡെഫിനിഷൻ ഉണ്ട്, സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഓൾ ദീസ് ഡെഫിനിഷൻസ് ആൻഡ് ദ പേർപ്പസ് ഓഫ് ദി ആക്ട്, അതാണ് എപ്പോഴും അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യം. ഇതെല്ലാം നമ്മൾ വെൻ വി റീഡ് ഇറ്റ് ഓൾ ടുഗെദർ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഈ വിക്ടിമും രണ്ടുപേരും വരുമ്പോൾ മാത്രമേ ഒരു പ്രൊഡ്യൂസർ, ബിക്കോസ് അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ ഫീമെയിൽ ഇസ് നോട്ട് ഗെറ്റിംഗ് ജസ്റ്റിസ്, ഷീ ഓൾവേസ് ഹാസ് ദ പോലീസ് ടു ഗോ ടു, ഷീ ഹാസ് ദ ലോക്കൽ കമ്മിറ്റി ടു ഗോ ടു. സെക്കൻഡ് തിങ്, ലൈക്ക് ഈ പറയുന്ന IC ക്യാൻ അസിസ്റ്റ് ഹർ. പക്ഷേ ഞാൻ അതിലൊരു ഡൗട്ട് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ടുവേർഡ്സ് എ ക്വസ്റ്റ്യൻ ഇസ്, അതൊരു വർക്ക് സ്പേസിൽ നടന്നൊരു ഹറാസ്മെന്റ് ആണ്. ഡെഫിനറ്റ്ലി ഷീ വിൽ ഗെറ്റ് എ പ്രിവിലേജ് എന്നുള്ളതാണ് ആസ് എ ലോയർ. ഐ വിൽ ട്രൈ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് പോയിന്റ്. അദ്ദേഹത്തിന്റെ കൺസേൺ. ഞാനത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ
അത് അങ്ങനത്തെ ഒരു കേസ് വരാലോ. അത് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ആകെപ്പാട് ഓപ്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ പോളിസിയിൽ അതാണ് ലോയർ. ഫോർ എക്സാമ്പിൾ ഞാനാണ് ആ വിക്ടിമിന്റെ ലോയർ എങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതിന്റെ അണ്ടറിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. കാരണം വർക്ക് സ്പേസിൽ വന്നിട്ട് ഒരു വിമൺ ഉണ്ടാവുന്നതാണ്. പ്രിവിലേജ്ഡും ഉണ്ട്, ഈ പ്രിവിലേജ്ഡ് വുമൻസും ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ബെനിഫിഷ്യറീസും ഉണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിൻ്റെ അകത്ത് വെച്ച് എനിക്ക് ഇഷ്യൂ ഉണ്ടാവണം, ഐ എം ദ ബെനിഫിഷ്യറി, എനിക്കത് കിട്ടണം, കാരണം IC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ. പക്ഷേ പ്രിവിലേജിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഐ എം എ വുമൻ, ഐ കെയിം ടു ആൻ അനദർ പേഴ്സൺസ് വർക്ക് സ്പേസ്. അപ്പോൾ എനിക്കൊരു പ്രിവിലേജ് വേണ്ടേ? അതിലൊരു കേസ് IC മെമ്പേഴ്സിന് ആ കേസ് എടുക്കാൻ പറ്റൂല്ല എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷനും റെസ്പോണ്ടൻസിനെ ശിക്ഷിക്കലും മാത്രമല്ല, അസിസ്റ്റിംഗ് ഇൻ കോർട്സ് ഉണ്ട്, അസിസ്റ്റിംഗ് ടു ഫയൽ കംപ്ലയിൻറ്റ് ഇൻ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇനി അതർ ഫോറം ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളുടെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് വുമനുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും എനിബഡി, ഫോർ എക്സാമ്പിൾ ഞാൻ അംബിലി മാമിൻ്റെ കൂടെ മാം ആക്ട് ചെയ്യാൻ വരികയാണ്, ഞാൻ മാമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളാണ്, മൈറ്റ് ബി റാൻഡം ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വന്ന സമയത്താണ് എങ്കിൽ എനിക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളതാണ്. അത് നമ്മൾ ഇപ്പൊ ഒരു ബുക്ക്ലെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ അത് പറയുന്നുണ്ട്. സോറി ടു ഇന്റർഫിയർ, ബട്ട് അപ്പോൾ നമ്മുടെ ഒരു പർപ്പസ് ഓഫ് ഗിവിംഗ് ദി എൻറ്റയർ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് to the IT is defeated, because in this particular case the lady who's come from outside, she is not a part of my workforce. അത് പ്രൊഡ്യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി responsibility what we have been discussing, that these are all the things as a producer I should do. Even if I follow all these things, പുറത്തുനിന്ന് 4 പേർ വന്നു, അവർ കച്ചറ കൂടി, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമായി, അത് എൻ്റെ സെറ്റിൽ നടന്നു, അവർ ആ ലിസ്റ്റിലേ ഇല്ല, ഈ മറ്റേ IT കമ്മിറ്റിക്ക് അറിയില്ല, എന്നിട്ട് അവർ നമ്മളെങ്ങനെ ജസ്റ്റിസ് കൊടുക്കും? ഇപ്പം ഇഫ് ഇറ്റ് comes under sexual harassment, then it need not go to any other things. അത് പോഷിൽ മാത്രം തന്നെ നമുക്ക് തീർക്കാം. അത് സെക്ഷൽ ഹാരാസ്മെന്റ് അല്ലെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് അല്ലാത്ത ബാക്കി എല്ലാത്തിലും ഏതിൽ വേണമെങ്കിലും. എക്സ്റ്റേണൽ ആയിട്ട് ഒരാൾ ഷൂട്ട് കാണാൻ വരികയാണ് ഒരു ലേഡി, അപ്പം പുള്ളിക്ക് അതിനുള്ള റെസ്പോൺസ്. അതാ ഞാൻ പറഞ്ഞത്. വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇപ്പോൾ നമ്മളൊരു ഓഫീസ്, നമുക്കിപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് നമുക്കിത് ജസ്റ്റിഫൈ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ട്. നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഈ വെള്ളം ക്യാനിന് ഡെലിവറി ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, വി ഓൾവേസ് അസ്യൂം ദേ ആർ മെൻ. ഒരു ലേഡിയാണ് വരണത്, ലിഫ്റ്റിൽ ആൾ കയറി വരുമ്പോൾ ലിഫ്റ്റിൽ ഷീ ഈസ് ഹാവിങ് എൻ ഹരാസ്മെന്റ്, ഈവൻ ദാറ്റ് ഇസ് വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്. അപ്പോൾ ഷീ ഹാസ് ദ റൈറ്റ് ടു go to the IC of ഞാൻ ചോദിക്കുന്ന വെള്ളം കൊണ്ടുവരാൻ വരുന്നത് ഇതിന്റെ ഒരു പേർപ്പസ് ആണ്. ഈ IT കമ്പനിയിലേക്കാണ് വെള്ളം കൊണ്ടുവരുന്നത്. പക്ഷേ ഞാനൊരു ബാങ്കിൽ പോവാണ്, ഐ എം ഗോയിങ് ആസ് എ കസ്റ്റമർ ടു എ ബാങ്ക്. ഞാനൊരു ബാങ്കിൽ പോയി, ഐ എം വെയിറ്റിംഗ് ദർ. വേറൊരു കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഐ എം ഫേസിങ് ഹരാസ്മെന്റ്. ഐ എം സ്റ്റിൽ ഓപ്പൺ ടു ദി IC ഓഫ് ദാറ്റ് ബാങ്ക് to approach them for the harassment. ആക്ച്വലി ബാങ്കിൽ വരുന്നത് എൻ്റെ ഒരു ബാങ്കിൽ ആവശ്യത്തിനല്ലേ വരുന്നത്, പക്ഷെ അത് എന്റെ വർക്ക് പ്ലേസ് അല്ലല്ലോ. ബട്ട് സ്റ്റിൽ ഐ ആം ഓപ്പൺ ടു ദാറ്റ് IC. അതേപോലെ കൂടെ വന്നിരിക്കുന്ന കസ്റ്റമറിന്റെയും വർക്ക് പ്ലേസ് അല്ല. ബട്ട് സ്റ്റിൽ if it is an organized sector, I am open to that IC to give a complaint. ഷൂട്ട് കാണാൻ വരുന്ന ആള് എന്ന് പറയുമ്പോൾ I am only responsible for the people who are working for me. I am not responsible for anybody who is coming from outside. പക്ഷേ സർ അങ്ങനെ ഒരു ആവശ്യം ICയിലെ ഒരു മെമ്പറിനോട് പറഞ്ഞാൽ we cannot say no or we cannot reply ഈ ഒരു കാര്യം. അതിന്റെ ഒരു പർപ്പസ് മാത്രം, കാരണം ഒരു 100 ആള് ഷൂട്ട് കാണാൻ ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ 100 പേർക്കും ICയും സാറും ഇല്ല. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രൊഡ്യൂസറിന് ഒരിക്കലും അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണ്ട. 100 പേര് വരുമ്പോൾ 100 പേരും എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. യോർ റെസ്പോൺസിബിലിറ്റി ഈസ് ഓൺലി ടു ഫോം ദി IC കമ്മിറ്റി. പിന്നെ എന്താന്ന് വെച്ചാൽ ദറ്റ് കമ്മിറ്റി ഈസ് ദെയർ. എനിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റിക്ക് കൊടുക്കും. കമ്മിറ്റി വിൽ കണ്ടക്ട് ദ എൻക്വയറി ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എ. സോ ഇൻ നോ വേ ഇസ് എ പ്രൊഡ്യൂസർ IC കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രൊഡ്യൂസറിന് വേറൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ ഹി ജസ്റ്റ് ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊസീഡിങ്സ് ഗോ വെൽ. അതല്ലാതെ ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു പേര് ദോഷമോ അങ്ങനെ ഒന്നും തന്നെ ഒരു പ്രൊഡ്യൂസറിന് അവിടെ വരുന്നില്ല. ബിക്കോസ് ഇഫ് ദി IC ഈസ് പ്രോപ്പർ, ദേ വിൽ കണ്ടക്ട് ആൻഡ് ദേ വിൽ ക്ലോസ് ദ കേസ്.
അതേപോലെ ഇപ്പോൾ ബാങ്കിൽ പോവുകയാണെങ്കിൽ ബാങ്കിന് ഒരിക്കലും ഒരു ചീത്തപ്പേര് വരുന്നില്ല, അല്ലെങ്കിൽ ബാങ്കിന്റെ മാനേജർ ഇസ് നോട്ട് റെസ്പോൺസിബിൾ ബിക്കോസ് സംതിങ് ഹാസ് ഹാപ്പൻഡ്. ദേ ജസ്റ്റ് ഹാവ് ടു എൻഷുർ ദാറ്റ് ദർ ഇസ് എൻ IC കമ്മിറ്റി, ബിക്കോസ് അതൊരു ഫോറമാണ്. സി ബേസിക്കലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു IC കമ്മിറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇഫ് ഐ ഫേസ് എ ഹെറാസ്മെന്റ്, ഹൗ ഈസി ഇറ്റ് ഇസ് ഫോർ മീ ടു ഗോ ടു എ പോലീസ് സ്റ്റേഷൻ ആൻഡ് ടെൽ, ഞാനിപ്പോൾ 10 മിനിറ്റ് മുമ്പ് ബാങ്കിൽ പോയി, എനിക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾ എന്നെ ഹെറാസ് ചെയ്തു. വിൽ ഐ എവർ ഗോ ടു എ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഡു ദാറ്റ്? അല്ലേ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കില്ല. ഓർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നതാണെങ്കിൽ, വിൽ ദ ലേഡി കോൾ അപ്പ് ഹർ പേരൻസ് ആൻഡ് ടെൽ, ഞാനൊരു എനിക്കിപ്പോൾ ഒരു ഹരാസ്മെൻറ്റ് ഉണ്ടായി, ഇങ്ങനെ വന്നു, ക്യാൻ യു പ്ലീസ് കം ആൻഡ് ബി വിത്ത് മീ ഫോർ സം ടൈം? ഉടനെ അവിടെ നിന്ന് വരുന്ന മറുപടി, മതി, ഈ പണി നിർത്തിക്കോ, വീട്ടിൽ വന്നോ. ദിസ് ഇസ് വൺ തിങ്. തേർഡ് തിങ് ഇസ് കോൺഫിഡൻഷ്യാലിറ്റി. ഹൗ സേഫ് ആം ഐ വെൻ ഐ ടെൽ ദിസ് ടു സംബഡി? ഇപ്പോൾ just imagine there is no IC committee. I go to the bank manager, assuming he is a man. I go and tell him, എന്നെ ഒരു നിങ്ങളുടെ ഒരു കസ്റ്റമർ വന്ന് എന്നെ ഹരാസ് ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ, how confidential is going to be that information is going to be, അല്ലേ, നമുക്കറിയില്ല. He is also a stranger. Without interruption, can I ask one question? കാരണം where is the responsibility of the bank manager comes എന്നുള്ളതാണ് മാം ചോദിച്ചിരിക്കുന്നത്. വർക്ക് പ്ലേസിൽ നടന്നൊരു ഹറാസ്മെന്റ്, അതായത് എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ബ്രാഞ്ചിൽ ഞാൻ അപ്പോൾ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകണം. മൈറ്റ് ഹാവ് വെന്റ് ദർ ടു അവെയിൽ ദ സിസ്റ്റം ഓഫ് ATM, ഫെസിലിറ്റി ഓഫ് ATM. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകും, എന്തുകൊണ്ടാണ് ബാങ്ക് മാനേജർ ഹാവ് ടു ഇൻഫോം ടു ദ പോലീസ് എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്വസ്റ്റനാണ് ചോദിച്ചത്. ബിക്കോസ് ദാറ്റ് ഇൻസിഡന്റ് ഹാപ്പൻ ഇൻ ദ വർക്ക് സ്പേസ്. സോ ഇഫ് ദാറ്റ് ഈസ് ഹാപ്പൻ ഇൻ ദ വർക്ക് സ്പേസ്, ആൻഡ് വർക്ക് സ്പേസ് ഡെഫിനേഷൻ എഗെയിൻ ഞാൻ പറഞ്ഞുതരാം. ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പെർട്ടിക്കുലർ ബിൽഡിങ്ങിലാണ് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലുള്ളൊരു ഗ്രൗണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒബ്വിയസ്ലി ദാറ്റ് വർക്ക് സ്പേസ് ഇസ് ഷിഫ്റ്റഡ് ടു ദാറ്റ്. ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് വിൽ കംസ് അണ്ടർ ദ വർക്ക് സ്പേസ് എന്ന ഡെഫിനേഷൻ. ഇതിൽ വരുന്നൊരു സംഭവമാണ്. ഇപ്പം ഈ പറയുന്ന ലേഡി X or Y ആരോ, അവർ ഓട്ടോമാറ്റിക്കലി ഒരിക്കലും ഈ സിനിമയ്ക്ക് IC ഉണ്ടോ ഇതൊന്നും അവരുടെ കൺസേൺ ആയിരിക്കില്ല. കാരണം അവർ ജസ്റ്റ് ഷൂട്ട് കാണാൻ വന്ന ഒരാൾ, അവർക്ക് അത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ നാച്ചുറലി പോവാ, ലീഗൽ എന്തെങ്കിലും ഒരു പോലീസിലോ എവിടെയെങ്കിലും പോകുന്നു, അവരിത് സംസാരിക്കുന്നു, അടുത്തത് ഇതെന്താ പുറത്തു വരുന്നത്, ഇന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ആ കൺസേൺ ആണ് അദ്ദേഹം പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെയാണ്. അപ്പൊ അത് ശരിക്കും അദ്ദേഹത്തിന്റെ വർക്ക് സ്പേസ് ആണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ റെസ്പോൺസിബിൾ ആവില്ലേ? അപ്പൊ അതിനൊരു ക്ലിയർ ഡെഫിനേഷൻ വേണ്ടേ എന്നുള്ള, അതായത് നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നമ്മൾ അത് കണ്ടു, ഒരു ലോ അബൈഡിങ് സിറ്റിസൺ എന്ന് പറഞ്ഞ രീതിയിൽ എനിക്കത് ഇൻഫോം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു കുട്ടിയുടെ അടുത്ത് ബിലോ 18 ഒരു കുട്ടിയുടെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്തു, ഞാൻ അറിഞ്ഞു, ഞാൻ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ കേസ് എനിക്കെതിരെ എടുക്കണം എന്ന് പറയുന്ന നിയമമാണ്. സിമിലർലി എൻ്റെ വർക്ക് സ്പേസിൽ വെച്ച് നടക്കുന്ന ഒരു ഹറാസ്മെന്റ്, ഈവൻ ദോ ബോത്ത് ദ പാർട്ടി ഈസ് നോട്ട് പാർട്ട് ഓഫ് മൈ വർക്ക്, അത് ഇൻഫോം ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എൻക്വയറി കണ്ടക്ട് ചെയ്യണം. ഒരു മിനിറ്റ്, ഇതിൽ 1 സെക്കൻഡ് ടു ക്ലാരിഫൈ. സി, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇത് അറിഞ്ഞേ ഇല്ല, ദ ലേഡി ഈസ് ഗോയിങ് ആൻഡ് കംപ്ലൈനിങ് ടു ദ പോലീസ്, ആൻഡ് അതുവഴിയാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ then there is no IC because she has not come to the IC to inform. പിന്നെ പോലീസ് ഡയറക്റ്റ് കേസ് എടുക്കും. അപ്പോൾ പിന്നെ അവിടെ there is no responsibility. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ the producer is not അതായത് ഇങ്ങനെ ഒരു ഹരാസ്മെന്റ് നിങ്ങളുടെ പ്ലേസിൽ നടന്നതുകൊണ്ട് നിങ്ങൾ ആ ലേഡിക്ക് ഇത്രയും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും പോലീസ് പറയില്ല. ഇത്തരം ക്ലാരിഫിക്കേഷൻ ആണ് ചില പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര അതറിയാലോ. ആസ് പ്രൊഡ്യൂസർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ആദ്യം വരാൻ വേണ്ടി പോകുന്ന അലിഗേഷൻ, ഞാൻ അറിഞ്ഞില്ല IC എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട് എന്നുള്ളത്, ഐ വാസ് നോട്ട് അവെയർ about this. So നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റണം, ഈ പറയുന്ന ഷൂട്ടിംഗ് സെറ്റിൽ ഓൺ ദ റൈറ്റ് കോർണർ വി ഹാവ് ഡിസ്പ്ലേഡ് അബൌട്ട് IC. ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഴ്സൺ ടു ഐഡന്റിഫൈഡ്. നമുക്ക് ഒരിക്കലും ഇത് മൈക്ക് വെച്ച് എല്ലാ വരുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടി പറ്റില്ല, കാണാൻ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ICയിലേക്ക് വരികയാണെങ്കിൽ വി കനോട്ട് സേ നോ, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി വി ക്യാൻ ആസ്ക് ടു ദ വിക്ടിം, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, വാട്ട് യു വാണ്ട്, വി ക്യാൻ അസിസ്റ്റ് ടു ദ പോലീസ് സ്റ്റേഷൻ, അതേ ഉള്ളൂ. ബിക്കോസ് ബോത്ത് ദ പാർട്ടീസ് നോട്ട് ബിലോങ്സ് ടു, അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അപ്രോച്ച് എടുക്കാൻ ഈ ഒരു സിനാരിയോയിൽ പറ്റത്തില്ല. ഇനി കമ്മിങ് ടു അമ്പിളി, ഇപ്പം ഇത് വന്നപ്പോൾ വന്ന അടുത്തൊരു കൺസേൺ ആണ്. ഇപ്പം എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു നിയമം വരുമ്പോൾ നമുക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതിന് കുറേ എക്സാമ്പിൾസ് നമ്മൾ കാണുന്നതുമാണ്. അപ്പം ഞാൻ ഓക്കെ ആയിരുന്നു, പിന്നെ ഞാൻ ഓക്കെ അല്ലാത്തപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം അതും ഒരു കൺസേൺ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ലേഡിയുടെ അടുത്തുനിന്ന് ഒരു ആണിനാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിൽ വരുന്ന ജസ്റ്റിസ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ICകളൊക്കെ വന്നു കഴിഞ്ഞാലും ഉള്ളത്. അപ്പം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ എന്താ തോന്നിയിട്ടുള്ളത്, നമ്മൾ ശരിക്കും ജെന്യൂനായിട്ട് നിൽക്കുമ്പോൾ ആക്ച്വലി ഒരു ഇല്ലാത്തൊരു അക്യൂസേഷൻ ഒരു ലേഡി ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയായിരിക്കും അത്? എഗെയിൻ
ഇപ്പം ഫറ പറഞ്ഞ പോലെ നമുക്ക് വുമൺ എന്നുള്ളൊരു ഡെഫിനിഷൻ തന്നെ അതിൽ വരുന്നുണ്ട്. അപ്പം പോഷ് ആക്ട് പ്രകാരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മെന്നിനിത് ആക്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എഗെയിൻ പോളിസി മേക്കിംഗ് സമയത്ത് നമുക്ക് ഓരോ ഓരോ ഫിലിമിൻ്റെ ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ സെറ്റിനും നമുക്ക് ഓരോ പോളിസീസ് അഡാപ്റ്റ് ചെയ്യാം. അതായത് ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇപ്പോൾ ഇങ്ങനെ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ മലീഷ്യസ് കംപ്ലയിൻസിനെ പറ്റി പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് നമ്മളുടെ സെറ്റിൽ ഏതെങ്കിലും ഒരാളോട് വ്യക്തിവൈരാഗ്യമുണ്ട്, ഞാൻ ചുമ്മാ ഒരു അലിഗേഷൻ പറയുകയാണെങ്കിൽ അത് എഗെയിൻ പ്രൊസീജിയർ സെയിം തന്നെയാണ്. കമ്മിറ്റിയിൽ കൊണ്ട് നമ്മളൊരു റിട്ടേൺ ആയിട്ട് കൊടുക്കണം. വിത്തിൻ 30 days. ഫോർ എക്സാമ്പിൾ Jan 1st എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതെങ്കിൽ വിത്തിൻ 7 days I have to submit one റിട്ടേൺ കംപ്ലയിൻറ്റ് ടു ദ കമ്മിറ്റി. സോ ആ കമ്മിറ്റിയുടെ മെമ്പേഴ്സിന് റിട്ടേൺ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ഹാവ് ടു സെർവ് ടു ദ ഓപ്പോസിറ്റ് പാർട്ടി, ആർക്കെതിരെയാണോ അലിഗേഷൻ, ആൻഡ് ഹീ വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഹേർഡ് ഹിസ് സൈഡ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓൾ ടുഗെദർ 90 days ആണ്. ഈ 90 daysനുള്ളിൽ കമ്മിറ്റി IC കമ്മിറ്റി കെയിം ടു നോ ദാറ്റ് ഇത് കഴമ്പില്ലാത്തൊരു കംപ്ലയിൻ്റ് ആണ്, ഇത് ഫോൾസ് അക്യൂസിഷൻ ആണ് എങ്കിൽ എന്തെല്ലാം ശിക്ഷയാണോ റെസ്പോണ്ടൻസിനെതിരെ ഈ പറയുന്ന എംപ്ലോയർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്, അതേ ശിക്ഷ ഈ ഫോൾസ് മലീഷ്യസ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്ന വിക്ടിം അല്ലെങ്കിൽ പെറ്റീഷണർക്കും കിട്ടാനുള്ളത്. ദാറ്റ്സ് ക്ലിയർലി മെൻഷൻ ഇൻ ദ ആക്ട്. മാം ക്ലിയർ ആക്കാൻ, അമ്പിളി മാം ക്ലിയർ ആക്കാൻ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസിയുടെ അകത്ത് നമ്മൾ കുറച്ചുകൂടി വൈഡ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ, എംപ്ലോയ്മെന്റ്, കാരണം ഇത് പുരുഷനോ സ്ത്രീന്നോ ഇല്ല. കാരണം വെച്ചാൽ ആർക്കാണോ ഇത് വയലേറ്റ് ചെയ്യപ്പെടുന്നത്, നമുക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു ആവാം. ഇപ്പം പറഞ്ഞ പോലെ പവർ ആർക്കാണോ കൂടുതലുള്ള അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ആവുമ്പം തിരിച്ചു ആവാം. പോളിസീസ് അങ്ങനെ ഉണ്ടാക്കിയാൽ അത് വേണ്ടി വരും ഭാവിയിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഇതിൽ എപ്പോഴും ഒരു പുതിയൊരു ലെജിസ്ലേഷൻ, ഒരു ലോ വരുമ്പം there are two things. One is there is resistance and second thing is there is always a chance for taking undue advantage. ഇത് രണ്ടും എപ്പോഴും ഇന്ത്യൻ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ എല്ലാ ലീഗൽ സിസ്റ്റമിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. റെസിസ്റ്റൻസ് ബിക്കോസ് വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്. എപ്പോഴും ആ റെസിസ്റ്റൻസ്, അതിപ്പോൾ ഡവറി ആക്ട് തൊട്ട് നമ്മൾ എന്തൊരു ആക്ട് എടുത്ത് നോക്കിയാലും ദർ ഹാസ് ബീൻ റെസിസ്റ്റൻസ്. ചൈൽഡ് മാരേജിൽ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നൗ വി ഫീൽ ദാറ്റ് ഇസ് ബെറ്റർ. ആ സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡവറി, അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ദർ ഇസ് റെസിസ്റ്റൻസ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് കുറച്ച് കഴിയുമ്പോൾ ഡൈ ഡൗൺ ആവും. വൈ? ബിക്കോസ് ദേ നോ ദറ്റ് ദർ ഇസ് എ നീഡ് ഫോർ ഇറ്റ് ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്. അൺഡ്യൂ അഡ്വാൻറ്റേജും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് വയലൻസ് വന്നപ്പോൾ there were so many women who took undue advantage. പക്ഷേ ഗ്രാജുവലി ദാറ്റ് വിൽ ഡൈ ഡൗൺ. ആഫ്റ്റർ എ വൈൽ ഒരു പീക്ക് എത്തിക്കഴിയുമ്പോൾ obviously there will be slight changes in the way complaints are being handled. പണ്ട് ഡൊമസ്റ്റിക് വയലൻസ് വന്ന സമയത്ത് കംപ്ലയിൻറ്റ് പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആദ്യം അറസ്റ്റാണ്, പിന്നെ ക്വസ്റ്റ്യനിങ് ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ പേരൻസിനെയും ആദ്യം അറസ്റ്റ് ചെയ്യുക. ദെൻ ഗ്രാജുവലി ദേ ന്യൂ ദാറ്റ് ദർ ഇസ് എ അൺഡ്യൂ അഡ്വാൻറ്റേജ് ദാറ്റ് ഇസ് ബീങ് ടേക്കൺ ബൈ ദ വിമൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഓട്ടോമാറ്റിക്കലി ദേ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫസ്റ്റ്. റീസണബിൾ ആയിട്ട് തോന്നുന്നതിന് മാത്രമേ അറസ്റ്റ് പോകുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കേസിലും there will be initial resistance, there will be undue advantages being taken. പക്ഷേ gradually it will be understood that there are people who are taking ഈ പറയുന്ന പോലെ malicious ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിനെ മെലോ ഡൗൺ ചെയ്യും, അതിനെ ഒരു സ്ട്രീം ലൈൻ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് that process will take time but it will definitely happen. So you're speaking with the 498 IPC. So അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ to make things more easy and comfortable for all the people who are working within the film industry, not only women, നമുക്ക് ആ സ്കോപ്പ് ബ്രോഡൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ആസ് എ പ്രൊഡ്യൂസർ ഓർ യുനോ ആസ് എ ഒരു റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദി അസോസിയേഷൻസ്, യു ക്യാൻ ബ്രോഡൻ ദ സ്കോപ്പ് ബൈ ക്രിയേറ്റിംഗ് ദറ്റ് പോളിസി ഫോർ യുവർ സെൽഫ്, saying that not only for women, we are also extending this to LGBTQ men or whomever we want. So we are trying to include more people within the framework. Framework-നെ നമുക്ക് ഒരിക്കലും shrink ചെയ്യാൻ പറ്റില്ല, but we can always broaden the scope. നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഈ ഒരു ആക്ടിന്റെ അണ്ടറിലുള്ളതല്ല. സോ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ മൾട്ടിപ്പിൾ ആക്ട്സ്, മൾട്ടിപ്പിൾ ലോസ് എന്നുള്ളത്. വാട്ട് ഇഫ് നമ്മൾ 2013 വന്നൊരു ആക്ട്, അതിനു മുമ്പും വിമൻ യൂസ് ടു വർക്ക്, ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് വർക്ക് സ്പേസ്, എംപ്ലോയർ റിലേഷൻഷിപ്പ്. സോ ആ ടൈമിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി നിയമങ്ങളാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് I am not comfortable to go to any other platform. For example, police station അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടൊരു വിമൻ
അവർക്ക് കിട്ടാനുള്ള അവകാശം നിഷേധിക്കാതിരിക്കാനാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. വിശാഖ ഗൈഡ് ലൈൻസിൽ നിന്നാണ് ഈ ഒരു ആക്ട് വന്നിരിക്കുന്നത്. സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ടു എസ്റ്റാബ്ലിഷ് ദ. അതെ, കുറച്ച് ദൂരെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്ന പകരം കുറച്ച് അടുത്താണ് ഒരു ലേഡി ഉണ്ട്, ആ ഒരു ഇപ്പം ഒരു ഹോട്ടൽ റൂമിലാണെങ്കിൽ അവിടെ തന്നെ IC മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു രാത്രി 2 മണിക്കാണ് സംഭവമെങ്കിൽ ഇപ്പോൾ ആ ലേഡി മെൻ്റലി ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കില്ല, ചിലപ്പം ഫിസിക്കലി നടക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് അടുത്ത റൂമിലുള്ള ഇപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങൾ വിളിക്കുക, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റ്. ഇപ്പം സാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ പോലീസിന് എന്തായാലും പേ ചെയ്യുന്നുണ്ട്. സോ പോലീസിൻ്റെ ഒരു വനിതാ കോൺസ്റ്റബിളോ ആരെങ്കിലും ലൊക്കേഷനിൽ വന്ന് അങ്ങനത്തെ അത് ആ ഒരു ഇത് ശരിക്കും എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടോ സാർ? ഐ തിങ്ക് ഇറ്റ് ഈസ് എഫക്റ്റീവ് ബിക്കോസ് അത് എന്ത് വന്നാലും even if a lady is going to another lady and giving her complaint, if there is a female constable over there, she'll feel more comfortable. Because ഈ മനസ്സിനകത്ത് എപ്പോഴും പേടി ഉണ്ടാവും. Whoever is the presiding officer for that IT, the mental fear will be there that he will be the producer's man. അത് അങ്ങനെ ഇല്ലെങ്കിലും ഒരു ബേസിക് ഫിയർ ഉണ്ടാവും. കാരണം പ്രൊഡ്യൂസർ സെറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി അല്ലേ, അപ്പോൾ എപ്പോഴും അത് പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ വെൻ വി ആർ കോളിംഗ് ഫോർ പോലീസ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം നമ്മൾ 4 പേരെ വിളിക്കുകയാണെങ്കിൽ അതിൽ ഒരു ലേഡി കോൺസ്റ്റബിൾ ആയാൽ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഒരു കാര്യം ഇപ്പോൾ സാർ പറഞ്ഞൊരു കാര്യം അത് ഓൾവേസ് ആളുകൾക്കുള്ളതാണ്. ഒന്ന് ഞാനിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്താൽ നാളെ എനിക്ക് സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവരുടെയൊക്കെ ഇതിൽ എന്ത് പറഞ്ഞാലും ഇത് ഡൈല്യൂട്ട് ചെയ്ത് പോവും, എൻ്റെ കംപ്ലയിൻറ്റ് അത് വേറെ ലെവലിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്തും. കാരണം എല്ലാവരും ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അങ്ങനത്തെ ഇഷ്യൂസ്, ഇങ്ങനത്തെ പേടികൾ, അതിപ്പോൾ ഈവൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിട്ട് പോലും ആ കൺസേൺസ് ഉള്ള ആളുകളുണ്ട്. കാരണം മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് അതൊരു സേഫ് പ്ലേസ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ആളുകൾക്ക് ഈ പേടി വരുന്നുണ്ട്. അതിനെ നമുക്കൊന്ന് ഓവർകം ചെയ്ത് കുറച്ചുകൂടി ഇത് എഫക്റ്റീവ് ആക്കാൻ എന്താണ് നിങ്ങൾക്ക് സജഷൻ? സോ കോൺഫിഡൻഷ്യൽ, അത് ആക്ടിനെ പറ്റി വേണ്ട രീതിയിലൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഈ ആക്ട് നമ്മൾ കമ്മിറ്റി മെമ്പേഴ്സിന് 2 രീതിയിലുള്ള പവർ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ പവർ, 2 കോർട്ടിലുള്ള ഒരു കൈൻഡ് ഓഫ് ക്വാസി ജുഡീഷ്യറി ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഡു യു റിയലി തിങ്ക് ഒരു പോലീസ് ഓഫീസർ അവിടെയുള്ള മേജർ ആയിട്ടുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള തെളിവിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. സിമിലർലി ICC മെമ്പേഴ്സിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഐ ആം ഹാവിങ് എൻ ഇഷ്യൂ വിത്ത് ആൻ എക്സ് പേഴ്സൺ, 7 മണിക്ക് ഞങ്ങൾ സെറ്റിൽ വന്നപ്പോഴാണ് എന്നെ അയാൾ കയറി ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. സോ വാട്ട് ഇഫ് ഹീ പ്രൂവ് ദാറ്റ് 7 മണിക്ക് ഹി വാസ് ഓൺ ട്രെയിൻ? സോ കളക്ഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് വാല്യുവേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന സമയത്ത് IC മെമ്പർ വിൽ ബി ഷിഫ്റ്റിംഗ് ടു ദ ഷൂസ് ഓഫ് ആൻ ജുഡീഷ്യൽ പേഴ്സൺ, അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ ഉള്ളൊരു അതോറിറ്റിയിലേക്ക് മാറുകയാണ്. സോ ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നുള്ളതാണ്. കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മൈറ്റ് ബി വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞാൻ IC മെമ്പർ ആയിരിക്കാം, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ആ IC മെമ്പറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വന്നിട്ട് ഹാവിങ് എ കോഫി ഡു റിയലി തിങ്ക് അറിഞ്ഞായിരുന്നോ ഇത് ഇങ്ങനൊരു കേസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അലിഗേഷൻ ഒരു IC മെമ്പറിനെതിരെ ഈ പറയുന്ന വിക്ടിമിനോ സർവൈവറിനോ ഉണ്ട് എങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദേ ക്യാൻ അപ്രോച്ച് ടു ദ ഹയർ അതോറിറ്റി. നമ്മളുടെ കേസിൽ അത് പ്രൊഡ്യൂസറാണ്, എന്നെ അപ്പം തന്നെ മാറ്റാം, അല്ലെങ്കിൽ എനിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേറൊരു മെമ്പറിനെ എടുക്കാം. ഒന്ന്, ടിൽ പെൻഡൻസി ഓഫ് ദ കേസ് അല്ലെങ്കിൽ ടിൽ ദ എൻഡ് ഓഫ് ദിസ് കേസ് വരെ ഒരു ഡീറ്റെയിൽസും പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. ഒരു പീസ് ഓഫ് പേപ്പർ ആണെങ്കിൽ പോലും ദാറ്റ് ഹാവ് ടു കെപ്റ്റ് ഇൻ എ ലോക്കർ. അതായത് ഞാനിപ്പോൾ പോയി ഫോർ എക്സാമ്പിൾ ആ ഒരു കംപ്ലയിൻറ്റ് കിട്ടി, ഐ വോണ്ട് ടു ടേക്ക്, നമ്മൾ 4 പേരാണ് മെമ്പേഴ്സ്, ഈ 4 പേർക്ക് ഒരു കംപ്ലയിൻറ്റ് ആയിരിക്കില്ല, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോകും. ആ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റിൽ പേപ്പർ ഒന്ന് ടിൽട്ടായി അത് കിട്ടില്ല. അപ്പോൾ അത് ഞാൻ വേസ്റ്റ് ബിന്നിൽ ഇടുന്ന സമയത്താണ് മാം അതുവഴി പോകുന്നത്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാനത് നോക്കി ഐ കെയിം ടു നോ ദാറ്റ് ഓക്കെ X വേഴ്സസ് Y ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡെഫിനറ്റ്ലി വിൽ എഫക്ട് ദ IC മെമ്പേഴ്സ്. അത്രയും കോൺഫിഡൻഷ്യാലിറ്റിയിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആരെങ്കിലും ഈ മെമ്പർ ആക്കുക, എനി പേഴ്സൺ ടു കംപ്ലൈൻ ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ്. അത് അവയർനെസ്സിലൂടെ മാത്രമേ പവർ ഓഫ് IC മെമ്പേഴ്സ്, ഹൗ ടു ഇൻവെസ്റ്റിഗേറ്റ്, എങ്ങനെയാണ് ഇതൊരു ജുഡീഷ്യൽ വാല്യൂവിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊരു കേസിന് എത്തിച്ച് റിപ്പോർട്ടിലേക്ക് എത്തുക. ഫൈനലി അറിയണമല്ലോ വെദർ കൊടുത്ത ആൾ കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ദർ ഹാവ് ടു ബി എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ എല്ലാം കംപ്ലൈ ചെയ്യുന്നത് വരെ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും
പുറത്തേക്ക് പറയാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു വേർഡ് പുറത്തേക്ക് വന്നാൽ റെസ്പെക്റ്റീവ് ഓഫ് ഐസി മെമ്പേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയ പേഴ്സൺ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം ഇങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം വരികയാണെങ്കിൽ ഇഫ് ദ വിക്ടിം ഇസ് agitated with the action, she can approach to the legal platform. ഇപ്പം നമ്മൾ ഈ ഒരു IC വന്നു, ഈ ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മൂവിയുടെയാണ് നമുക്ക് അങ്ങനെ ഒരു സീരിയസ് ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും 90 days എന്ന് പറയുന്ന ഒരു ടൈം പീരീഡാണ് നമ്മളിത് അന്വേഷിക്കാനും സബ്മിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആ കൺസേൺ മൂവി റിലീസായി. അപ്പോൾ ആ ഒരു ടീമിനെ ഫീൽ ചെയ്യാണ് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പർക്കഷൻസ് എന്താവും എന്നുള്ളത് അറിയണ്ടേ? അത് അത്ര ഈസിയാണോ? പടം ഇറങ്ങിയല്ലോ, എല്ലാവരും ഓരോരോ വഴിക്ക് പോയല്ലോ, അപ്പം അതിനെങ്ങനെയാണ്? ഒരിക്കലും ഒരു പടം തീർന്നു എന്ന് വെച്ചിട്ട് ചെയ്ത ആക്ഷൻസിൻ്റെ ഒരു കോൺസിക്വൻസിൽ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. If you know you have done something, if the IC has come out with a report that you are liable to do something, that punishment will go on. ഒരിക്കലും ഒരു ICയിൽ റിപ്പോർട്ട്, ദാറ്റ് ഇസ് 99.9 കേസസിലും ഒരു ഫിലിമിൽ ഒരു ആക്ടറിന് ആണ് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ഓർഡർ വന്നെങ്കിൽ ആ ഫിലിമിൻ്റെ റിലീസിനെ സ്റ്റോപ്പ് ചെയ്യാനോ അങ്ങനത്തെ രീതിയിലുള്ള ഇതല്ല വരുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ഓൺലി അഫക്റ്റിംഗ് ദ പ്രൊഡ്യൂസർ, ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റിംഗ് ദ പേഴ്സൺ. വാട്ട് എവർ ഹീ ഈസ് സബ്ജക്റ്റഡ് ടു വിൽ ബി എ ഡിഫറെൻറ്റ് പണിഷ്മെൻറ്റ്. അപ്പോൾ ദാറ്റ് ക്യാൻ കണ്ടിന്യൂ. ഒരു സിനിമ റിലീസ് ആയതുകൊണ്ട് മാത്രം ആൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെൻറ്റിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോൾ പടം എന്തായാലും റിലീസ്, ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ റിലീസ് ഓഫ് ദ മൂവി ഓർ ദി അക്സെപ്റ്റൻസ് ഓഫ് ദ മൂവി. ഇറ്റ് ഈസ് ഓൾവേസ് ഞാനൊരാളെ കൊന്നു, അത് കഴിഞ്ഞാൽ എന്തായാലും അയാൾ മരിച്ചു പോയല്ലോ, ഇനിയിപ്പോൾ എന്നെ തൂക്കിക്കൊന്നാലും ഞാൻ ജീവനോടെ ഇരുന്നാലും ആള് ഇത് ജീവൻ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് പറയണത് ഒരു ജസ്റ്റിഫിക്കേഷൻ പോലും അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ജസ്റ്റ് ബിക്കോസ് ദ മൂവി ഈസ് ഓവർ, ഞാൻ ചെയ്തതിൻ്റെ ഒരു ഇത് ദാറ്റ് ഇസ് സംതിങ് ഐ ഹാവ് ടു ഗോ ത്രൂ. ഹൗ ബെസ്റ്റ് ഇറ്റ് ക്യാൻ ബി ലിമിറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ അലോൺ. ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത ഫിലിമിൻ്റെ ഡേറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടോ, വേറൊരു പ്രൊഡ്യൂസറിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, എങ്ങനെ എത്രയും ബെസ്റ്റായിട്ട് ബാക്കിയുള്ളവരുടെ ഇത് അഫക്റ്റ് ചെയ്യാതെ ആ ഒരു ആക്ടറിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പണിഷ്മെൻറ്റ്സ് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഹീ ക്യാൻ നെവർ ബി അബ്സോൾവ്ഡ് ഓഫ് ഹിസ് ആക്ഷൻസ് ഓൺലി ബിക്കോസ് ദ film is released or the 90 days is over. And Act clearly explains about the limitation. For example, ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് ഈ ആക്ടിൽ വ്യക്തമായിട്ടാണ്, ഈ ആക്ട് ഇൻ ദ സെൻസ് 2013 ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന ഒരു ആക്ട്രസ്, ഞാൻ അച്ഛന് തുല്യമായി കണ്ട ഒരാൾ അല്ലെങ്കിൽ ബ്രദറിന് തുല്യമായി കണ്ട ഒരാളുടെ ഭാഗത്തു നിന്നാണ് മോശം ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി കൺഫ്യൂസ്ഡ് സ്റ്റേജ് അല്ലേ. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ചിലപ്പോൾ ടൈം എടുക്കും. ഐ വിൽ ഡിപ്പെൻഡിങ് ഓൺ കൗൺസിലിംഗ് സെഷൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ കൗൺസിലിംഗ് സെഷൻ്റെ അവസാനമാണ് മനസ്സിലായത് നോ ഇറ്റ്സ് എനിക്ക് തോന്നലല്ല, ഐ ഹാവ് ടു ടേക്ക് ആൻ ആക്ഷൻ അഗെയിൻസ്റ്റ് എ പെർട്ടിക്കുലർ പേഴ്സൺ. അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ടു പുള്ളി അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് വരികയാണെങ്കിൽ ഈ പറയുന്ന ലിമിറ്റേഷൻ്റെ ടൈം കഴിഞ്ഞു പോയത് കൊണ്ട് ഒരു വിക്ടിമിന് ICനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് വെൽ റിട്ടൺ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വിക്ടിം വരികയാണ്, ഈവൻ ദോ ലിമിറ്റേഷൻ ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ ICക്ക് ആ പറയുന്ന ഡിലേ ഇൻ ഫയലിംഗ് ദ കംപ്ലയിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വിക്ടിമിന് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IC ഹാവ് ടു ടേക്ക് ദ കേസ് അഗെയിൻ. അപ്പോഴും പ്രൊഡ്യൂസർ സേഫർ സൈഡാണ്. കാരണം I have only one question over here. എൻ്റെ സെറ്റിൽ സംതിങ് is happening. The investigation goes beyond my shooting days. It gets continued for some reason or the other. And a decision comes against that particular artist because he has worked on my set. Will I also be implicated along with him for the wrong which has happened on the set? No. Unless you are a part of the crime, you will never be implicated. അത് പ്രൊഡ്യൂസർ എന്നല്ല, nobody will be implicated. And especially, that is what I said earlier, ഞാൻ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ റെസ്പോൺസിബിൾ എന്ന് പറയുകയാണെങ്കിൽ ഹിസ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഫോം ദ കമ്മിറ്റി ആൻഡ് ടു create awareness to the IC committee on how to handle the complaints, how to receive complaints, create awareness among the other people that if you have a problem, you approach the IC. ഈ ക്രിയേഷൻ ഓഫ് അവെയർനെസ്സും ഫോമിംഗ് ഓഫ് ദ കമ്മിറ്റി ഒക്കെയാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് നെവർ ലൈക്ക് ഒരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ട് ആ വർക്ക് സ്പേസിൽ ചെയ്തത് കൊണ്ട് and because it is done during the shoot of the film, the producer will be held responsible എന്ന ഒരു ഇത് നമുക്ക് ഒരിക്കലും
പറയാൻ പറ്റില്ല. എനിക്കതിലൊരു ചെറിയൊരു ഡെവിഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇത് സോറി പറഞ്ഞ ഇൻസിഡൻ്റ് ആണ്. ഞാൻ എന്ന് പറയുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റിന് എനിക്കൊരു സാനിറ്റേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെയിൽ ആർട്ടിസ്റ്റിൻ്റെ റൂമിലാണ് പോയത് ടു യൂസ് ദ വാഷ്റൂം, യൂസ് എ ലൂ. ആ ടൈമിൽ എനിക്കൊരു ഇഷ്യൂ വരികയാണ് എങ്കിൽ ദെൻ ബേസിക് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് എങ്കിൽ ദർ ഇസ് എ ചാൻസ് not to take action against it, but that is one of the responsibility of it. പക്ഷേ again അവിടെ നമ്മളുടെ focus will be different. Yes, of course. I cannot complain to the IC saying that I did not have a sanitation അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ല. I can only say that I went there and justify my movement. താൻ എന്തുകൊണ്ടാണ് ആ ആക്ടറിന്റെ റൂം യൂസ് ചെയ്തത്? I had to go there only because I did not have a facility here. അപ്പോൾ my end problem is that I faced harassment, and that is why I am coming to the actor. അപ്പോൾ ഇൻക്വയറിയിലും നമ്മളുടെ എവിഡൻസ് എടുക്കുന്ന സ്റ്റേജിലും they will ask, the IC committee has to ask, താൻ എന്തിനാണ് ആക്ടറിൻ്റെ റൂമിൽ പോയത്? So if I have one room and an attached toilet there, then I cannot say that എൻ്റെ അവിടെ പോയില്ല അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റും. So if there is a genuine case, again harassmentന് മാത്രമേ ICയിൽ പോകാൻ പറ്റുള്ളൂ. I cannot go against the producer saying that he did not give a toilet and so I was harassed, but I do not want to take action there because it will spoil my reputation. But I will take an action against you because you did not provide me toilet. That is not a fair thing to do. ഇത് രണ്ടും കോസ് ഇഫക്റ്റ് ആക്ഷൻ വരുമ്പം ജോയിൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കോസ്. അതിനെ നമുക്ക് വേറെ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ബട്ട് ഈ പറയുന്ന പോലെ അതിനു വേണ്ടി ഞാൻ ചെയ്തു, പക്ഷെ എന്തുകൊണ്ട് പോയി? എനിക്ക് ആ ബാത്റൂമിൽ ടൈൽ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇവിടുത്തെ ബാത്റൂമിൽ അല്ലേ. സോ ദർ ഇസ് ഒരു ജെനുവിൻനെസ് ഉണ്ടെങ്കിൽ obviously there can one thing can lead to the other. He was asking about the question like dragging his name. ഇല്ല, ഡ്രാഗിങ് ദ നെയിം ആക്ച്വലി IC അവരുടെ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്താൽ പ്രൊഡ്യൂസറിന്റെ നെയിം ഒരിക്കലും പുറത്തേക്ക് വരില്ല. ഇത് വരണത് എപ്പോഴാണ്? ഇത് മീഡിയയിലേക്ക് പോകുമ്പോൾ, മീഡിയ അതിനെ ഫ്ലറിഷ് ചെയ്യുമ്പോൾ, ഞാൻ മീഡിയനെ കുറ്റം പറയില്ല. എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഇറ്റ് ഇസ് ഒരു ഓപ്പൺ ഇൻഡസ്ട്രിയാണ്. വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ആൾക്കാർ കാത്തിരുന്ന് പല ന്യൂസുകൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ബിക്കോസ് നമുക്ക് ഫാൻ ഫോളോയിങ് കൂടുതലുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളെ നമുക്കതിൽ കിട്ടി, എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടി. അപ്പോൾ ദിസ് ഇസ് എ വേ ഇൻ വിച്ച് പീപ്പിൾ സ്പ്രെഡ് ദ ന്യൂസ്. സോ അവർക്ക് ചിലപ്പോൾ ആൾക്കാരുടെ വിക്ടിമിൻ്റെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ പ്രൊഡ്യൂസർ ഒരാണാണെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ പേര് സുഖമായിട്ട് പറയാം, അതുവഴി പടത്തിൻ്റെ പേര് പറയാം, അതൊക്കെ മതി ആൾക്കാർക്ക്. സോ അത് ദിസ് എ വേ ഓഫ് ക്രിയേറ്റിംഗ് എ വേവ് ഇൻ ദ മാർക്കറ്റ്. അത്രയേ ഉള്ളൂ. നമുക്ക് കൺസിലേഷനെ പറ്റി ഒന്ന് സോ ആക്ടിൽ കൺസിലേഷനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ഫോഴ്സ്ഫുൾ കൺസിലേഷൻ ആവരുത്. അത് വിക്ടിമിനോ അല്ലെങ്കിൽ സർവൈവറിനോ സ്വയം തോന്നിയിട്ട് വേണം ആ ഒരു പ്രൊസീജിയറിലേക്ക് വരാനായിട്ട്. എസ്പെഷ്യലി നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിൽ എപ്പോഴും നമ്മൾക്ക് ആസ് എ പ്രൊഡ്യൂസറിന് വരാനുള്ളൊരു ഫാൾസ് അലിഗേഷൻ ഇതാണ്, നമ്മൾ ഫോഴ്സ് ചെയ്തത് കൊണ്ട് അവർ വന്നു എന്നുള്ളത്. അതിലാണ് ഈ അൺവെൽക്കംഡ് ആക്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ എപ്പോഴും ഈ ആക്ടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. സോ എൻ്റെ അൺവെൽക്കംഡ് ആക്ട് വിൽ ബി ഡിഫർ ഫ്രം യോർ ആൻഡ് മാം. സോ ഞാനെന്ന് പറയുന്ന ആക്ട്രസിനോ അല്ലെങ്കിൽ ഈ ടെക്നീഷ്യനോ സോറി മതിയായിരിക്കും. ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എനിക്കിങ്ങനെ ഇഷ്യൂ ഉണ്ടായി, ഐ ഹാവ് അഡ്രസ് ദ സെയിം ഇഷ്യൂ ഇൻ എ പ്ലാറ്റ്ഫോം, ഐ ജസ്റ്റ് വോണ്ട് എ സോറി ഫ്രം ഹിം. ആ സോറി ഒരു കൺസിലേഷൻ്റെ പാർട്ടായിട്ട് വരാം. അതല്ല എനിക്ക് ആ ഒരു കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ള മാനസിക ക്ലേശം അല്ലെങ്കിൽ ലോസ് ഓഫ് ജോബ്, അതിൽ എനിക്കൊരു ഐ ഡിസേർവ് ടു ഗെറ്റ് എ കോമ്പൻസേഷൻ, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതൊന്നും ഫോഴ്സ്ഫുള്ളി ആവരുത്. ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി ഒരു കൺസിലേഷൻ ടേബിളിലേക്ക് നമ്മളൊരു എതിർ കക്ഷിനെ കൊണ്ടുവരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ബേസിക്കലി ഇതിൽ ഇൻറ്റൻറ്റ് അല്ല, ഇമ്പാക്റ്റ് ആണ്. ദാറ്റ് ഇസ് എ വെരി ഒരു നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഇൻറ്റൻറ്റ്, ഇറ്റ് ഈസ് ദ ഇമ്പാക്റ്റ് ദാറ്റ് മാറ്റേഴ്സ് ആണ്. ഹൗ ഹാസ് മൈ ഒരു ആക്ഷൻ ഇമ്പാക്റ്റഡ് യു? ഇറ്റ് മേ ഹാവ് ഇമ്പാക്റ്റഡ് യു ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ, ബട്ട് ഹൗ ഇറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് യു will make you decide whether it is a case for harassment or not. എൻ്റെ ഇൻറ്റൻഷൻ വേണമെന്നേ നിർബന്ധമില്ല, ഹൗ യു ടേക്ക് ഇറ്റ്. എൻ്റെ ഇൻറ്റൻഷൻ ചിലപ്പോൾ വളരെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മോശം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടോ മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതേ ആയിരിക്കില്ല. പക്ഷേ മൈ സെയിം ആക്ഷൻ മേ നോട്ട് ഹാവ് ഇമ്പാക്റ്റഡ് 3 people ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ എപ്പോഴും നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പം നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കാർക്കും പ്രശ്നമില്ലല്ലോ ഞാൻ അങ്ങനെ ചെയ്യുമ്പം. അപ്പം നമുക്ക് തന്നെ തോന്നും വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ, അപ്പം എനിക്കാണോ പ്രശ്നം?
ബട്ട് ഇഫ് ഇറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് യു ദെൻ ദർ ഇസ് എ കോസ് ഫോർ കൺസേൺ. അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ അത് സ്ത്രീയുടെ ഒരു പീപ്പിൾ ഹു ടേക്ക് ഇറ്റ്, ഹൗ ഹാവ് യു ടേക്കൺ ഇറ്റ്, ഹൗ ഹാസ് ഇറ്റ് ഇമ്പാക്റ്റഡ് യു, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾസോ എ മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ എന്നെ നല്ല രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. ആൻഡ് കൺസിലിയേഷൻ ഈ പറഞ്ഞ പോലെ യു കനോട്ട് സിറ്റ് അറൗണ്ട് ദ ടേബിൾ ആൻഡ് സേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു 1 ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാം. സോ ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി നോട്ട് പോസിബിൾ. നമ്മളുടെ ICയിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ഇത് റിപ്പോർട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ദിസ് വാസ് ഗിവൺ, എന്താണ്, ആള് വിക്ടിമിന് 2 lakh rupees കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരിക്കലും നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കേസല്ല. ഇതൊരു എന്താ പറയുക, ഇതൊരു ജെനുവിൻ കോസ് വന്നു, അതിനൊരു കൺസേൺ വന്നു, അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ അവർ കൺസീലിയേഷൻ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്യുന്നത് എന്നാണ്. സോ പ്രോബബ്ലി ലൈക്ക് ഷീ സെഡ് ഇറ്റ് ഇസ് എ ലോസ് ഓഫ് എ ജോബ്. വളരെ സീരിയസ് ആയിട്ടുള്ള കേസസിൽ ദർ മേ ബി എ മെന്റൽ ഡിസ്റ്റർബൻസ്, സോ ഷീ വുഡ് ഹാവ് ടു ഗോ ത്രൂ സം സൈക്കോളജിക്കൽ എന്തെങ്കിലും ഒരു സിറ്റിംഗ്സിന് കൗൺസിലിങ്സിന് പോകേണ്ടി വരുന്നത്. അപ്പോൾ യു മേ നോട്ട് ബി ഏബിൾ ടു ഗോ ടു അനദർ ജോബ് ബിക്കോസ് ഓഫ് സം ഷോക്ക് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ ഓൾ ദിസ് ഹാവ് ലെഡ് യു ടു എ ലോസ് ഓഫ് ജോബ്. നമുക്കൊരു ഇൻകം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. സോ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ ടു കോമ്പൻസേറ്റ് യു ഇഫക്റ്റീവ്ലി ഫോർ ഓൾ ദോസ് മന്ത്സ് വെയർ ഇൻ യു ഹാവ് ലോസ്റ്റ് യുവർ പേയ്മെൻറ്റ് ബിക്കോസ് ഓഫ് എ പെർട്ടിക്കുലർ റീസൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് IC കമ്മിറ്റി വിൽ ഡിസൈഡ്. അപ്പം നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന എനിക്ക് ഇത്രയും വർഷം ജോലി ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത്രയും മാസം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ IC കമ്മിറ്റി വിൽ ഡിസൈഡ്. അപ്പോൾ ദിസ് കുഡ് ബി എ ഫെയർ, അത് ദേ വിൽ പുട്ട് ഇൻ സജഷൻസ്. അങ്ങനെയാണ് അതിനെ നമുക്ക് കൺസീലിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. യു കനോട്ട് ജസ്റ്റ് ഗോ ഇൻ ഫോർ എ സെറ്റിൽമെന്റ് സെയിങ് ഓക്കെ ഐ വിൽ വിത്ഡ്രോ ദ കേസ് ഇഫ് യു ഗിവ് മീ 2 lakh rupees. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും അതിനെ സെറ്റിൽ ചെയ്യരുത്. ബട്ട് കൺസീലിയേഷൻ ഇസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ദാറ്റ് യു ക്യാൻ യൂസ്. Not even settlement. Yeah. And that have to be happen between the 90 days. അഗെയിൻ അത് ആ കൺസിലേഷൻ കഴിഞ്ഞാൽ പിന്നെയും അതിന്റെ മേലെ ഒരു ഡിമാൻഡ് ഇല്ല. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. വൺസ് ഡൺ ഇറ്റ് ഇസ് ഡൺ. സി എപ്പോഴായാലും തെറ്റ് ചെയ്യുന്നവരാണേലും 14 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ then he is a normal person. Until this death you cannot keep saying ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ജയിലിൽ പോയിട്ട് തിരിച്ച്. ഇന്നത്തെ സിനാരിയോ അങ്ങനെയാണ്. സി ജസ്റ്റ് ബിക്കോസ് എ മാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അയാൾ എന്തെങ്കിലും ചെയ്തു, അയാൾ ഹരാസ് ചെയ്തു, ആൻഡ് ഹി ഹാസ് ഗോൺ ത്രൂ ദി IC, he has been given the punishment, he has undergone that punishment, and the case is closed there. Generally വേറെ ഏത് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അങ്ങനെ ഒരു കേസ് വന്നു ക്ലോസ് ചെയ്തു, if he is shifting his job also, it is highly recommended that as an employer അവർ ഒരു ലീവിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പോലും they will not mention that he has been subject to such and such a thing, because അത് എപ്പോഴും അയാളെ ഒരു ഷാഡോ പോലെ ഫോളോ ചെയ്യാൻ പാടില്ല. whatever he has done അതിന്റെ കോൺസിക്വൻസ് അയാൾ ബെയർ ചെയ്തു, and it should end with that. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ക്യാൻ ഓൾസോ അപ്രോച്ച് ദ പോലീസ് ഓർ വാട്ട് എവർ കൺസേൺ അതോറിറ്റി ഹി വോണ്ട്സ് ടു ഗോ ടു, ബിക്കോസ് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് അയാളെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഇതാണ്. ഒരു നെവർ എൻഡിങ് ആയിട്ട് ഒരു ലേഡി കനോട്ട് കീപ്പ് ഓൺ സേയിങ് ദാറ്റ് അന്ന് ചെയ്തു പിന്നെയും 10 വർഷം കഴിഞ്ഞ് അന്ന് ചെയ്തു. അതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. സോ അതൊരിക്കലും വി കനോട്ട് ഡു ദാറ്റ്, ആൻഡ് IC കനോട്ട് പ്രൊമോട്ട് സംതിങ് ലൈക്ക് ദാറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ compulsion from any members ഉണ്ടെങ്കിലും even the survivor or victim can approach ലീഗൽ ഹെയർസ് വേണമെങ്കിലും അതും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യം. എന്തെങ്കിലും ഒരു അൺട്രൂഡ് ഇൻസിഡന്റ് നടന്നു, ഡെത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ അവരെ ലീഗൽ ഹെയർസിന് വേണമെങ്കിൽ who can file complaint എന്നുള്ളതിന്റെ അണ്ടറിലാ വരുന്നത്. എപ്പോഴും അതെ വിക്ടിം ഡയറക്ട്ലി വരുന്നതാണ് അതിന്റെ ഒരു ശരിയായ സീരിയസ് സെൻസിൽ ആലോചിക്കുമ്പോൾ ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇപ്പം 90 ഡേയ്സിനുള്ളിൽ കൊടുക്കാൻ പറ്റാത്ത റീസൺസ് പോലും ഈ പറയണതിൽ വരും. അതായത് 90 days വരെ വെയിറ്റ് ചെയ്തു, ഷീ വാണ്ടഡ് ടു ഗിവ് എ കംപ്ലൈന്റ് ബട്ട് ഷീ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഇപ്പോഴും ട്രീറ്റ്മെന്റ് ആണ്. സോ ആസ് എ ലീഗൽ ഹെയർ ഐ എം കമ്മിങ്, ഹസ്ബൻഡിന് വരാം, മദറിന് വരാം, കുട്ടിക്ക് വരാം, എനിബഡി ഹൂം ഷീ ഈസ് അസൈനിങ്. മെന്റൽ സ്റ്റേജ് ശരിയില്ല അങ്ങനെയൊക്കെയല്ല ആ സമയത്ത്. ആ ഒരു ആക്സിഡന്റ് കേസിലൊക്കെ അങ്ങനെ ചെയ്യാലോ. അതുപോലെ അതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വിക്ടിമാണ് അല്ലെങ്കിൽ സർവൈവർ ആണ്, എനിക്ക് ഒരു വിത്തിൻ 30 days എനിക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ ഒരു നിയറസ്റ്റ് ഓർ ഡിയറസ്റ്റ് ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ അപ്രോച്ച് ദ കമ്മിറ്റി. ഇതേപോലെ ഞാൻ ഇപ്പോൾ വാട്ട് ഇഫ് ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു റിട്ടേൺ ദ കംപ്ലൈന്റ് ഓൺ ബിഹാഫ് ഓഫ് മീ, ഈ പറയുന്ന നിയർ ഓർ ഡിയർ റിലേഷൻ ഉള്ള ആളാവാം അല്ലെങ്കിൽ ഫ്രണ്ട് ആവാം, ഇവർക്ക് അപ്രോച്ചിങ് കമ്മിറ്റി ഈസ് പെർമിസിബിൾ. അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം, നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് വേണം എന്നുള്ളതൊന്നും. അതാണ് അത് സ്പെസിഫിക്കലി അതാണ്
ശരിക്കും നല്ലത് എന്നുള്ളതാണ്. സോ ദർ ആർ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യമല്ല, ഇപ്പം ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഒരു സർവേ. അപ്പൊ അത് ചെയ്യുന്നതാണ് കമ്മിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് പറയുന്നത് സേഫർ സൈഡ്. എപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ഒരു റിട്ടൺ കംപ്ലൈന്റ് തന്നെയാണ് നമ്മൾ റിട്ടൺ കംപ്ലൈന്റ് നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് യുവർ എൻക്വയറി വിൽ ടേക്ക് പ്ലേസ്. ആൻഡ് ഓൾസോ അതൊരു ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ഇതാണോ എന്ന് നമുക്ക് എപ്പോഴും റിട്ടൺ കംപ്ലൈന്റിൽ മനസ്സിലാവും. ദർ മേ നോട്ട് ബി ഒരു ലോജിക് ഉണ്ടാവണം എന്നില്ല, അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്നില്ല. നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മളുടെ മോട്ടീവ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കംപ്ലൈൻറ്റിൽ പോകുന്നത്. ബട്ട് വെൻ യു ഹാവ് ആക്ച്വലി ഗോൺ ത്രൂ സംതിങ് യു വിൽ റൈറ്റ്. ഇപ്പോൾ ഇതിൽ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു വൺ ടൈം ഇൻസിഡൻറ്റ് ആവണം എന്നില്ല. ഇറ്റ് കുഡ് ബി എ സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്. ഒരു വുമൺ പ്രോബബ്ലി ഒരു ഫസ്റ്റ് ടൈം വെൻ ഷീ അണ്ടർഗോസ് ഹറാസ്മെൻറ്റ് ഫ്രം എ പെർട്ടിക്കുലർ പേഴ്സൺ ഷീ മേ ഇഗ്നോർ ഇറ്റ്. സെക്കൻഡ് ടൈം ഷി മൈറ്റ് എക്സ്ക്യൂസ് ഹിം. ഒരു 3-4 പ്രാവശ്യം വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ ലാസ്റ്റ് ഓഫ് സച്ച് ഇൻസിഡൻസ് ആണ്, നോട്ട് ഫ്രം ദ ഫസ്റ്റ് ഓഫ് സച്ച് ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ ഷീ ഫൈനലി ഡിസൈഡ്സ് ഓക്കെ നൗ ഐ ആം ഗോയിങ് ടു കംപ്ലെയിൻ എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദീസ് ഷീ വിൽ പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ എപ്പോഴും റിട്ടൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് it is very favorable, unless like she said, you know, if the person is not in a capacity, then you ask the legal aid to write it. But written ആയിട്ട് ഒരു ഡോക്യുമെന്റ് അവിടെ ഉള്ളപ്പോഴാണ് IC can best give justice to that. ഈ സീരീസ് ഓഫ് ഇൻസിഡന്റിന്റെ കാര്യത്തിൽ ഒന്ന് ആഡ് ചെയ്തോട്ടെ. കാരണം നമുക്ക് എപ്പോഴും എവിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ തെറ്റ് ചെയ്തോ ശരിയാണോ എന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തൊരു കാര്യമാണ് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോകണം. സോ സീരീസ് ഓഫ് ഇൻസിഡന്റ് ഒരു ഗുണം എന്ന് പറയുന്നത്, എഴുതുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്, ലാസ്റ്റ് 2 ഇൻസിഡന്റ് ചിലപ്പോൾ എനിക്ക് എവിഡൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ പണ്ട് നടന്ന എവിഡൻസ് ആയിരിക്കാം. ബൈറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു CC ക്യാമിൽ ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് ആയിരിക്കാം വന്നിരിക്കുന്നത്. സോ ഈ റിട്ടേൺ വരുന്ന ടൈമിൽ ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ദ IC മെമ്പർ ആസ് വെൽ ആസ് ദ വിക്ടിം ടു എക്സ്പ്ലെയിൻ. തിരിച്ചും ചിന്തിക്കുക, ഇനി അങ്ങനെ ഒരു ഫാൾസ് അലിഗേഷൻ ആണ് എങ്കിൽ ഇറ്റ് വിൽ ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ അതർ റെസ്പോണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക്, ഇല്ല ഷീ മെൻഷൻ ഓൺ ദിസ് ഡേ ദിസ് ഹാപ്പൻ, ഐ വാസ് നോട്ട് ഇൻ ദ ടൗൺ അറ്റ് ഓൾ. അത് നിങ്ങൾക്കറിയാം, ബിക്കോസ് സെയിം ഒരു പ്രൊഡക്ഷൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വേറെ സെറ്റിലായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്. സോ റിട്ടേൺ കംപ്ലയിൻറ്റിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി അപ്രിഷിയേറ്റബിൾ അതങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വി ഹാവ് ടു സർക്കുലേറ്റ്. നമ്മളുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ വി നീഡ് സംതിങ് ഇൻ ഹാൻഡ്. ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം നാളെ പ്രശ്നം ഉണ്ടായ ആ മൂവിയുടെ കേസിൽ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഇത് സഫർ ചെയ്ത ഒരാൾ, സർവൈവറിനോ വിക്ടിം എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ് തന്ന ആൾ, അവർക്ക് ഒരു പ്രശ്നം വരുന്നു. ഇതിൻ്റെ ഇത് മൊഴിയെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നു, പ്രൊസീജിയർ നടക്കുമ്പോൾ ഇത് വിറ്റ്നസ് ചെയ്ത കുറേ ആൾക്കാർ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ, അപ്പോൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ചിലപ്പോൾ സംഭവിക്കാറുള്ളതാണ്. നിങ്ങളിങ്ങനെ പോയി പറയരുത്, കാരണം നമ്മുടെ പടം മുടങ്ങി പോകും, നമുക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഒരു പ്രൊഡ്യൂസറുടെ കാശല്ലേ, ഇത്തരമുള്ള ഇമോഷണൽ സംഭവങ്ങൾ വെച്ചിട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? IC എന്ന് പറയുന്ന കമ്മിറ്റിക്ക് ഒരു ജുഡീഷ്യൽ പവർ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു നോർമൽ കേസിൽ കോടതിയിൽ വരുന്ന സമയത്ത് ഒരു വിക്ടിമിനോ അല്ലെങ്കിൽ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം അത് തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. സോ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇവൻ IC മെമ്പർ കെയിം ടു നോ അബൌട്ട് ഇങ്ങനൊരു ഇൻസിഡന്റ്, വി ക്യാൻ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദസ് പേഴ്സൺ. ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല, ഓക്കെ നെക്സ്റ്റ് 3 to 6 ഡേയ്സിലേക്ക് ആൾ വരാൻ വേണ്ടി പാടില്ല. ഐ ഹാവ് ടു സബ്മിറ്റ് മൈ ഒബ്സർവേഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ടു ദ എംപ്ലോയർ. ഈ കേസിൻ്റെ അകത്ത് പ്രൊഡ്യൂസറാണ്, കാരണം പ്രൊഡ്യൂസർക്കേ പവർ ഉള്ളൂ ആ എംപ്ലോയിന്ന് പിരിച്ചുവിടാനോ കണ്ടിന്യൂ ചെയ്യിക്കാനോ സസ്പെൻഡ് ചെയ്യാനോ എക്സ്പെൽ ചെയ്യാനോ ഉള്ള പവർ. So we are just a mechanism to submit a particular document, അല്ലെങ്കിൽ റിപ്പോർട്ട് ആയിരിക്കാം, അവാർഡ് ആയിരിക്കാം, and other to the producer. Action have to taken by the producer. കാരണം എംപ്ലോയർ അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ് മുടക്കി എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ അണ്ടറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എംപ്ലോയീസിനെ ആണ് നമ്മൾ പിരിച്ചു വിടേണ്ടതെങ്കിൽ, എക്സ്പെൽഷൻ, സസ്പെൻഷൻ ഓർ എനി ടെർമിനേഷൻ ആണ് എങ്കിൽ ദെൻ ആ റെക്കമെൻഡേഷൻ വി ക്യാൻ സബ്മിറ്റ് ടു ദ പ്രൊഡ്യൂസർ എന്നുള്ളതാണ്. വുഡ് ലൈക്ക് ടു ആഡ് ഓൺ വൺ മോർ തിങ്. റോൾ ഓഫ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, റോൾ ഓഫ് എംപ്ലോയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ടച്ച് വുഡ് ഇപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ്റെ അകത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് IC മെമ്പേഴ്സ് ഒന്നും ചെയ്യാതിരിക്കണം എന്നല്ല. കണ്ടിന്യൂസ് ഫോളോ അപ്പ് ഹാവ് ടു ബി ദെയർ. വെദർ ദർ ഇസ് എ ഇൻസിഡൻറ്റ് ഓർ നോട്ട്, വി ആർ സപ്പോസ് ടു സബ്മിറ്റ് ആൻ ഇയർലി റിപ്പോർട്ട് ടു ദ എംപ്ലോയർ, ഹിയർ പ്രൊഡ്യൂസർ. ഇല്ല, അതായത് ഇൻസിഡൻസ് ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് വെക്കണം. അത് ഒരു IC ആൾക്കാരുടെ
ഉത്തരവാദിത്തമാണ്. അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് എമംഗ് ദ IC മെമ്പേഴ്സ്. കാരണം എക്സ്റ്റേണൽ മെമ്പർ മാത്രമായിരിക്കും മാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ വിമൻ ആൻഡ് ചൈൽഡിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം, കുറച്ചും കൂടി ഈ ഒരു ഏരിയ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ബാക്കിയുള്ളവരുടെ ആക്ടിവിറ്റിയിൽ ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റി അല്ല. അപ്പോൾ അത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് അവയർനെസ് പ്രോഗ്രാംസും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ മന്തും അല്ല പറയുന്നത്, ബട്ട് നമ്മൾ വെൽ എക്യുപ്ഡ് ആയിരിക്കണം. വാട്ട് ഇഫ് ഇഷ്യൂ ഹാപ്പൻ അഗെയിൻ ഇൻ അവർ സെറ്റ്? ഈ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വരട്ടെ അപ്പം നമ്മൾ പഠിപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നടന്നോ ഇല്ലയോ അവയർനെസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കണം. ഈ റിപ്പോർട്ട് ഹാവ് ടു ബി സബ്മിറ്റ് ടു ദ employees. Coming back to one statement of yours, which I want to understand, the IT committee only recommends, or does it give an award that certain things should be done with the employee, whoever has been, found guilty? Okay, so we can found one person guilty. അത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ /എംപ്ലോയറിനോട് പറയാനേ പറ്റുള്ളൂ. ആൻഡ് ആസ് എൻ മെമ്പർ, എക്സ്റ്റേണൽ മെമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിക്കോട്ടെ X or Y ആയിക്കോട്ടെ, we cannot suspend X എന്ന് പറഞ്ഞ പേഴ്സൺ. We don't have that. It's not the question of suspension. അപ്പോൾ നമ്മൾ ഒരു കോടതി പോവാണ്, നമ്മൾ കേസ് ഫൈറ്റ് ചെയ്യാണ്, അവിടെ ജഡ്ജ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതെ. But we have to follow that judgment. So over here, what happens? It is the same. It is only a recommendation or it's an award? That's the question. അല്ല, it's the same power. അല്ല, ഒരു IC committee has the same power because they are stepping into the shoes of another person to give a final judgment to an incident that has happened. അപ്പം അവർക്ക് ഇത്രയും തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു പവർ അവിടെ ഉണ്ട്. പ്രൊസീജിയൽ പവർ ഈസ് ദെയർ, കണ്ടസ്റ്റിംഗ് കേസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് എവിഡൻസ്, ഡോക്യുമെന്റേഷൻ ഈസ് ദെയർ. പക്ഷേ കമ്മിറ്റി മെമ്പേഴ്സ് ആരും തന്നെ ഇപ്പം X എന്ന് പറയുന്ന ഒരാളാണ് ഫൗണ്ട് ഗിൽറ്റി എങ്കിൽ നാളെ എനിക്കോ ചെയർപേഴ്സണോ പറയാൻ വേണ്ടി പറ്റില്ല, യു ആർ നോട്ട് സപ്പോസ് ടു കം ടുമോറോ ഓൺ ടു, അത് പറ്റില്ല. അല്ല, എക്സിക്യൂഷന്റെ പവർ ഇസ് വിത്ത് ദ എംപ്ലോയർ. പക്ഷേ the order is obviously നമുക്കൊരു ഓർഡർ. What I'm trying to understand is, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു, you spend time 90 days ആയി, you put in all your effort, okay, and you have given a recommendation only, you not an award. There is a lot of difference between that. നിങ്ങൾ recommendation കൊടുത്തു, അയാൾക്ക് നിങ്ങൾ വിളിച്ച് വേണമെങ്കിൽ ഫൈൻ ഇടാം. I'm just putting a very very nominal amount to that. ഞാൻ വിചാരിക്കും എനിക്ക് അയാൾ ഫൈനൊന്നും ചെയ്യേണ്ട, നിങ്ങൾ അവാർഡ് ചെയ്ത് നിങ്ങളുടെ ഇപ്പോൾ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ the whole effort is gone waste, right? This is a question which I require an answer. Okay. So, we are just an investigation officer. അതിനകത്ത് ലീഗാലിറ്റി നമ്മൾ കൊണ്ടുവരികയാണ്. കളക്ഷൻ ഓഫ് എവിഡൻസും ഈ ഡോക്യുമെന്റേഷനൊക്കെ ലീഗാലിറ്റിയാണ്. അതിൻ്റെ അകത്ത് ഇസ് ആൻ ഒബ്സർവേഷൻ ഓർ വാട്ട് എവർ വി ക്യാൻ കോൾ എനിത്തിങ്. വി ഫൗണ്ട് സം വൺ ഗിൽറ്റി. അതാണ് ഉത്തരവാദിത്വം. ദാറ്റ് ഹാവ് ടു ബി ഇൻ എ പേപ്പർ. ദാറ്റ് പേപ്പർ ഹാവ് ടു ബി സബ്മിറ്റ് ടു ദ പ്രൊഡ്യൂസർ ഓർ ദ എംപ്ലോയർ. Okay, employer have to take the action as per the rules. Rules-ന്റെ അകത്ത് ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് എക്സ്പെൽഷൻ, സസ്പെൻഷൻ, ടെർമിനേഷൻ ഓർ എനിത്തിങ്, കോമ്പൻസേഷൻ ഇരിക്കാം. ഇത് പറയാനുള്ള പവർ വിത്ത് ദ എംപ്ലോയർ എന്നുള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഒരാൾ ഗിൽറ്റി ആണോ അല്ലയോ എന്നുള്ള ഫൈൻഡ് ചെയ്യാനുള്ള അതിന് വേണ്ടിയുള്ള മെക്കാനിസം ആണ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ദർ ഇസ് സംതിങ് കോൾഡ് അപ്പീൽ പ്രൊവിഷൻ. ഇപ്പോൾ വിക്ടിം ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ IC മെമ്പേഴ്സ് ഒബ്സർവേഷൻ ഓർ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ ക്യാൻ അപ്രോച്ച് ദ അതർ ഫോറം. ഷീ ഹാവ് ടു. സെക്കൻഡ് തിങ്, റെസ്പോണ്ടന്റ് ഓൾസോ ഹാവ് ദ സെയിം പ്രിവിലേജ്. ദേ ക്യാൻ ഓൾസോ അപ്രോച്ച് ദ അപ്പലേറ്റ് അതോറിറ്റി. ദറ്റ്സ് ഓൾസോ റിട്ടേൺ. സോ ഇത് അൾട്ടിമേറ്റ് എന്നുള്ളതല്ല. ബട്ട് നമ്മൾ ഈ ആക്ട് കൊണ്ടും ഈ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് IC കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ സേഫ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കെറ്റിനസ് ഓഫ് കേസസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരാൾ മടിക്കും. അപ്പം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർവൈവറിനെ ഞാൻ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു മൂവി കഴിഞ്ഞു, സെക്കൻഡ് മൂവി കഴിഞ്ഞു, തേർഡ് മൂവി, 4ാമത്തെ മൂവിയിൽ ഞാൻ എൻ്റെ ആ സംഭവം ബ്രേക്ക് ചെയ്ത് ഡെഫിനറ്റ്ലി ഐ വിൽ കം ടു എ ഫോറം. ആ ഫോറമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇറ്റ്സ് ജസ്റ്റ് എൻ അവയർനെസ്, ഇൻഫർമേഷൻ ഷെയറിങ് ഓഫ് ദിസ് തിങ്, ബട്ട് ഇൻ എ ലീഗൽ വേ, ഇൻ എ പ്രൊസീജിയർ മാനർ. അതാണ് ഈ ഒരു ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി എംപ്ലോയർ ഹാസ് ദ പവർ ടു എക്സ്പെൽ, സസ്പെൻഡ് ഓർ ടെർമിനേറ്റ് ദ പേഴ്സൺ. ഇപ്പം ഒരു മൂവി കഴിഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലൈന്റ് വരുന്നതെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ വർക്കബിൾ അല്ല. അപ്പം എന്താണ് പ്രൊഡ്യൂസർ? ഞാനാണ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ, മേ ബി എക്സ്റ്റേണൽ മെമ്പർ ആയിരിക്കും, ചെയർപേഴ്സൺ ആയിരിക്കും. ഞാൻ ആ കേസ് എടുക്കും. കാരണം അതാണ് ഇഫ് ഐ ക്യാൻ, അല്ലെങ്കിൽ ഹെമ മാം എന്ന് പറയുന്ന സർവൈവറിന് ഈ ഡിലേ
10 വർഷം കഴിയുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നടന്നിരിക്കുന്നത്, പക്ഷെ ഒരു IC ഉണ്ടായിരിക്കണം. ആ ടൈമിൽ ഒരു IC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മൂവിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഐ വാസ് നോട്ട് ഇൻ എ മെന്റൽ പൊസിഷൻ ടു ഗീവ്. എനിക്ക് മാനസികമായിട്ട് പറ്റിയില്ല അന്ന് വന്ന് ഈ കാര്യം അഡ്രസ്സ് ചെയ്യാൻ. മൂവിയും കഴിഞ്ഞു, ഹിറ്റായി, 100 CR ഇതിലും കയറി. ബട്ട് ആഫ്റ്റർ സം ടൈം ഐ ഫീൽ ലൈക്ക് നോ, ഐ ഹാവ് ടു അഡ്രസ് മൈ ഇഷ്യൂ എന്നാണ് എങ്കിൽ, അങ്ങനെ ഒരാളൊരു ഇതായിട്ട് വരികയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഇറ്റ്. അവിടെ പ്രോബ്ലം ഇസ് ആ ടൈമിൽ ആ IC കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IC ഉണ്ടോ എന്നുള്ളത്. ദെൻ ദാറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ. ആ പറയുന്ന പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റി പോളിസിയിൽ, അതാണ് നമ്മൾ പോളിസിയുടെ പവർ പറയുന്നത്. അപ്പോൾ പോളിസിയിൽ പറയുകയാണ് വൺസ് an IC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നു. ദെൻ അഗെയിൻ ഫോർ ദ തിങ് വി ഹാവ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ സെയിം മെമ്പേഴ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ പോളിസിയിലെങ്കിൽ യു ക്യാൻ. അതല്ലെങ്കിൽ ഫ്രഷ് IC ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് എഴുതാം. അതും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെക്കാനിസം ഫോറത്തിലേക്ക് പോവാം എന്നുള്ളത് പോളിസിയിലുണ്ടെങ്കിൽ, ഇങ്ങനൊരു വിക്ടിമോ സർവൈവറോ എൻ്റെ അടുത്ത്, പ്രൊഡ്യൂസർ ആയിട്ടുള്ള എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, സി വി ഹാവ് എ പോളിസി, നമ്മൾ ഇങ്ങനെയാണ് അക്കോർഡിംഗ് ടു ദിസ് പോളിസി വി ആർ വർക്കിംഗ്. സോ ആസ് പെർ ദിസ് പോളിസി അന്ന് വരണമായിരുന്നു, അങ്ങനെ നോ പറയാന്നുള്ളതല്ല. വി വിൽ ബി അസിസ്റ്റിംഗ് യു. ഐ വിൽ എൻഗേജ് കറണ്ട് ഇപ്പോൾ ഉള്ള ഒരു IC ആൾക്കാരെ ടു അസിസ്റ്റ് യു ടു ദ പോലീസ് സ്റ്റേഷൻ. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും അതർ മെക്കാനിസം വേണം എന്നുണ്ടെങ്കിൽ വി വിൽ ബി അസിസ്റ്റിംഗ്. അത് പറയാം. ഓക്കെ. സോ നോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തില്ല. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് കൂടിയാണ്, അല്ലെങ്കിൽ വിമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് കൂടിയാണ്. നമ്മൾ മാക്സിമം ഇങ്ങനെ ഓൾറെഡി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്ന ഒരാൾക്ക് എങ്ങനെ ബെനിഫിറ്റ് കൊടുക്കാം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് അഗെയിൻ ഡിപ്പെൻഡ് അപ്പോൺ ദ പീപ്പിൾ ഹു ആർ സിറ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും IC കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഷുഡ് ബി ബിയോണ്ട് ഒരു നോർമൽ ഒരു റോള് എടുക്കുമ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ കമ്പാഷനേറ്റ് ആയിരിക്കണം. ദേ ഷുഡ് ബി വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വിമൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ ദേ ഷുഡ് വർക്ക് വിത്ത് ഇമോഷൻ എന്ന് പറയുന്നത് ഇസ് ബിക്കോസ് ദ വെരി പേർപ്പസ് ഫോർ വിച്ച് ദി ആക്ട് ഇസ് ക്രിയേറ്റഡ് ഇസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് എ സേഫ് വർക്ക് പ്ലേസ് ദാറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ഫോർ വിമൻ. പണ്ട് തൊട്ടേ ലോട്ട് ഓഫ് വിമൻ ആർ ഇൻ ടു എ ലോട്ട് ഓഫ് ഇൻഡസ്ട്രീസ്, ദേ ആർ വർക്കിംഗ്. But how can you ensure and how can you make it most possible to give them a very suitable place so that they can continue their work, അവരുടെ ഒരു എംപ്ലോയ്മെൻറ്റിനെ കണ്ടിന്യൂ ചെയ്യും. സോ അതിൻ്റെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടായിട്ടാണ് ഇതിനെ കാണുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എൻ എനിമി ഫോർ എൻ എംപ്ലോയർ ഓർ സംതിങ്. ഇറ്റ് ഇസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ദറ്റ് യു ക്രിയേറ്റ് സോ ദാറ്റ് ദർ ഇസ് എ പ്ലാറ്റ്ഫോം ഫോർ എവറിബഡി ടു വർക്ക്. അതൊരു ജെൻഡർ ബയസ്ഡ് ആയിട്ട് പോകാതെ ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവന്നിട്ട് more people coming into the community, men oriented alla, it is a lot of women are also welcome. So when the men are ready to welcome and include the women, it becomes a better place where everybody can work together. appo angane adana act inde purpose. So once people understand the purpose why the act is formed, then it becomes much more easier for them to bring out all this through the IC and enforce it. Before we conclude, നമുക്ക് സാറിനോടാണ്. സാർ ഇപ്പം റെഗുലറായിട്ട് മൂവി ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ചില പ്രൊഡ്യൂസേഴ്സ് പെട്ടെന്ന് വരുന്നു, 1-2 മൂവീസ് ചെയ്യുന്നു, പോകുന്നു, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സീരിയസ്നെസ് പോലും അത്രയ്ക്ക് അറിയണം എന്നില്ല. നമ്മൾ എഫേർട്സ് എടുക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാർ എങ്ങനെയായിരിക്കും പറയുക, ഒരു പ്രൊഡ്യൂസറുടെ റോൾ എന്താണ്, പ്രൊഡ്യൂസറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇത് റിഗാർഡിങ് IC? ഇതിനു വേണ്ടിയാണ് ആക്ച്വലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു റൂളില്ല. ബട്ട് നോർമലി വാട്ട് ദേ ഡു ഇസ് ദേ കോൾ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റ് ദെം. ഒരു സിനിമ ചെയ്യുന്ന മുമ്പ് അത് മസ്റ്റാണ്. ഇവിടെ വന്നിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന മുമ്പ് അവർ ഒരു ക്ലാസ് എടുക്കാറ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. പടം എടുക്കുന്നതാണ് ആദ്യത്തെ ക്ലാസ്. പക്ഷെ അതുകൊണ്ട് കേൾക്കില്ല, സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പഠിപ്പിക്കുകയാണ്. അതിൽ ഇത് മസ്റ്റായിട്ട് പഠിപ്പിക്കണം. അത് കൂടി അസോസിയേഷനടുത്ത് സ്ട്രെസ് ചെയ്യാം. ഞാൻ കമ്മിറ്റിയിൽ ഉള്ള കാരണം ഐ ensure that this is also as important as teaching them anything else. ഇതില്ലാതെ ഇനി ഒരു സിനിമ എടുക്കരുത്. വി ഹാവ് ടു ട്രൈ ആൻഡ് പ്രൊമോട്ട് ദാറ്റ് ദ മാക്സിമം. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇതേപോലത്തെ ഒരു കമ്മിറ്റി വേണം, മസ്റ്റായിട്ട് കൂടി ആഡ് ചെയ്യണം മുതൽ. ഓക്കെ. ഇപ്പം നമ്മൾ അന്ന് ഇത് മോണിറ്ററിങ് കമ്മിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മൂവിയുടെ ഇത് വരുന്ന സമയത്ത് അവരോട് നമ്മളിത് അവെയർ ആക്കുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ തന്നെ അവെയർ ആക്കുന്നുണ്ട്. പിന്നെ അവരോട് പറയുന്ന കാര്യം ഒരു IC ഫോം ചെയ്യണം എന്നുള്ളതും, അവരുടെ ലെറ്റർ ഹെഡിൽ അതിവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ചേംബറിലും അത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെയാണ് ലൊക്കേഷൻസിൽ ഇങ്ങനെ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിലും ഒക്കെ എല്ലാ ഗ്രൂപ്പിലും ആരൊക്കെയാണ് മെമ്പേഴ്സ് അറിയണം എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ആൻഡ് ഇപ്പം നമ്മൾ ഈ പോകുന്ന ഇതിൽ പോയാൽ മതിയോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിലേക്ക് ആഡ് ഓൺ വേണം എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ?
one thing is, always what we promote is create awareness. Adu maatrelu. This is a way of creating awareness. One serious thing that we should also look into is making awareness for the IC committee members. അതായത് നമ്മൾ 4 പേരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എല്ലാവരോടും പറഞ്ഞു പ്രശ്നം വന്ന IC-യിലേക്ക് പോവാന്ന്. How should an IC committee member accept a complaint? How should they listen to when somebody is giving a complaint? അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. Very seriousness, the seriousness of the complaint. When a person comes and talks to you, you should make sure that, the comment, your actions, your facial expression, your response, your actions should not stop them from giving you the complaint. അതായത് ഞാൻ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ഐ എം കമ്മിങ് ടു യു വിത്ത് എ കംപ്ലയിൻറ്റ് ബിക്കോസ് ഐ എം ബീങ് ഹെറസ്ഡ്. സോ വെൻ ഐ കം ആൻഡ് ടെൽ യു, റാണി എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാനത് പറയാൻ വന്നതാ, അല്ലെങ്കിൽ ഹേമയ്ക്ക് എപ്പോഴും കുറ്റം പറിച്ചാൽ. സോ ദീസ് ആർ തിങ്സ് വിച്ച് വിൽ സ്റ്റോപ്പ് എ പേഴ്സൺ ഫ്രം കണ്ടിന്യൂയിങ്. സോ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ കുറിച്ചാണ് പറയണമെങ്കിൽ അയാൾ, സോ യു കനോട്ട് ബി ബയസ്ഡ് അഗെയിൻസ്റ്റ് ദാറ്റ് പേഴ്സൺ. അയാൾക്കെതിരെ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്, സോ ദാറ്റ് ഈസ് എൻകറേജിങ് മീ ടു ആഡ് ഓൺ ടു വാട്ട് എവർ മൈ കംപ്ലൈൻറ്റ്. സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പറയാതിരിക്കുക. യു ലിസൺ when somebody is coming with a complaint, and then you tell them, okay, we understand that you have a complaint, I have taken it up very seriously, thank you for coming and telling me, but please make sure that you do not tell it to any other person who is not inside the committee. ഈ IC കമ്മിറ്റിയിൽ ഇല്ലാതെ വേറൊരാളോട് പോയി ഇത് പറയേണ്ട ആവശ്യമില്ല, പറയാൻ പാടില്ല. ആൻഡ് ഓൾസോ ഐ നോ ദറ്റ് ഇറ്റ് ഇസ് എ വെരി കോൺഫിഡൻഷ്യൽ മാറ്റർ. ആസ് ലോങ് ആസ് യു ആർ ഇൻ ദ സിസ്റ്റം, വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വി വിൽ നോട്ട് ടെൽ ഇറ്റ് ഔട്ട് ടു എനിബഡി. അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. യു പുട്ട് ദറ്റ് പേഴ്സൺ അറ്റ് ഈസ്, യു ഗിവ് ദം ഓൾ ദീസ് ഇൻസ്ട്രക്ഷൻസ്, ആൻഡ് ദെൻ ആക്ടിൽ പറയുന്ന പോലെ ഓൾ ദീസ് 7 days, യു ഗിവ് ദം ദ ടൈം ടു റെസ്പോണ്ട്. കംപ്ലൈൻറ്റ് ബാക്കി IC മെമ്പേഴ്സിന് സർക്കുലേറ്റ് ചെയ്യുക, you give the copy of the complaint to the other person. All these things will follow. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് ഒരാൾ കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പം you cannot call the external member and say, probably the external member is an advocate or somebody, so you cannot call them and say ഒരാൾ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് നമുക്ക് ഒരിക്കലും അപ്പം ചോദിക്കാൻ പറ്റില്ല. So these things have to be given to the IC committee members as an awareness program. അതൊരു ഭയങ്കര വലിയൊരു പ്രോഗ്രാം ഒന്നുമല്ല, ഒരു half an hour അല്ലെങ്കിൽ 1 hour maximum, what you should do when somebody approaches you for a complaint. അത് അല്ലാതെ if she is also new, as a committee member she is new, what she could do is, if her friend is being the respondent ആണ് എന്നുണ്ടെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ കംപ്ലൈൻറ്റ് കേട്ടിട്ട് പറയുമ്പോൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, so you better be aware, അല്ലേ? So these are things which are working against the rules of the IC. So അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. വൈ ഈസ് ദ കമ്മിറ്റി ബീങ് ഫോംഡ്? വൈ ആർ യു എ പാർട്ട് ഓഫ് ദ കമ്മിറ്റി? ആസ് എ കമ്മിറ്റി മെമ്പർ, ഹൗ റെസ്പോൺസിബിൾ യു ഷുഡ് ആക്ട്, ഹൗ യു ഷുഡ് ആക്ട്, വാട്ട് യു ഷുഡ് ഡു, വാട്ട് യു ഷുഡ് നോട്ട് ഡു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്പേഴ്സിനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് നമ്മളുടെ എഫേർട്സ് സക്സസ്ഫുൾ ആകും. ദാറ്റ് ഈസ് ഐ തിങ്ക് വൺ തിങ്. ആൻഡ് ദിസ് വെരി അപ്രീഷിയേറ്റബിൾ ബിക്കോസ് നമുക്ക് എപ്പോഴും കുറച്ചുകൂടി വിഷ്വൽ, നമ്മൾ എന്താ മൂവീസിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ആക്ട് പെട്ടെന്ന് ആൾക്കാർ അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. സിമിലർലി കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ്, ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഓവർ കളേർഡ് ഒന്നുമല്ല. ഇത് വിസിനിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട അവയർനെസ്സിൻ്റെ പാർട്ട്. ഇത് വിസിബിൾ ആയിട്ടൊരു പ്ലേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ തന്നെ ഒരു 35% നമ്മൾ സക്സസ്ഫുള്ളായി. റെസ്റ്റ് ഓഫ് ദ തിങ് ആദ്യം ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വർക്ക് സ്പേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്ന് GS വിജയന്റെ ഒരു സജഷൻ ആയിരുന്നു സ്റ്റാൻഡീസ് വെക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്യൂണേഷൻ പടത്തിലടക്കം സ്റ്റാൻഡീസ് ആണ്. അപ്പൊ പിന്നെ ആ പ്രോബ്ലം ഇല്ലല്ലോ, അത് മൂവ് ചെയ്യാം. ഇത് വിസിനിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് 2 ഗുണമുണ്ട്. ഇഫ് യു ക്യാൻ മെൻഷൻ അബൌട്ട് ദ കറന്റ് മൂവി നെയിം ഓൾസോ, അപ്പം ഇന്ന മൂവിയിൽ ഇങ്ങനെയുണ്ട്, സോ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ മാമിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ മൂവി ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം ഞാൻ അഡാപ്റ്റ്, ഓക്കെ ഹേമ മാം ഇങ്ങനൊരു സംഭവം ചെയ്തിരുന്നല്ലോ, സോ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്ന് പറയുമ്പോൾ തന്നെ ഈ സ്പ്രെഡിങ് നടക്കുകയാണ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ അവയർനെസ് പ്രോഗ്രാം. നമുക്ക് വെള്ളിത്തിര വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇവരുടെ പറയാം, സ്ക്രോൾ ഇട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങൾ സിനിമ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ, കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ലെങ്കിൽ സിനിമ ഉണ്ടാക്കരുത്. അവരുടെ വാൻലോ
അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് അല്ല, അതിപ്പോ അങ്ങനത്തെ അതെ, കോമൺ ആയിട്ട് അവർക്ക് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ That's പറ്റുമല്ലോ. how women and child department used to do. Pink എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അവർ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ബാഡ്ജസും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ അതുണ്ട്. ലേഡീസിന് കാരണം കംപ്ലൈന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇതിന്റെ അവയർനെസ്, എനിക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ നാളെ എന്റെ ഫ്രണ്ട് അഭിനയിക്കാൻ വരാം ഫസ്റ്റ് ഡേ, അപ്പൊ അവൾക്കത് അവയർനെസ് കൊടുക്കാം. അപ്പൊ എന്റെ എന്തെങ്കിലും ഒരു വാനിറ്റി, എന്തെങ്കിലും ഒരു ബോക്സിലോ മേക്കപ്പ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അസോസിയേഷൻസ് കെൻ ഓൾസോ ഡു. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെയ്യുന്നത് പോലെ അമ്മ കെണ്ടു, ഫെഫ്ക കെണ്ടു, എല്ലാവരും അവരവരുടെ അസോസിയേഷൻ മെമ്പേഴ്സിനെ എൻലൈറ്റൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ലാർജർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഈസ് ഗെറ്റിംഗ് നാച്ചുറലി ഉണ്ടാവുമല്ലോ എല്ലാ. അപ്പൊ അതില് വേണമെങ്കിൽ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു. അതെ അതെ. പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടോ? ഡിപ്പാർട്ട്മെന്റ്സിനുണ്ട്. അതിൽ നേരത്തെ ഒരു കാര്യം പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് ഷീ ബോക്സസ്. അത് പ്ലേസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെന്റിനുണ്ട്, പോലീസ് ഇതിനുണ്ട്. അത് നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഈസ് ഷൂട്ടിംഗ് ആൻഡ് റാൻഡം ഷോട്ട്സ് ഇൻ ആൻ ഹൈവേ. സൈമൾട്ടേനിയസ്ലി നമ്മുടെ മേജർ ഷൂട്ട് വിൽ ബി ഹാപ്പനിങ് ഓൺ ആൻ കോംപ്ലക്സ്. ഈ രണ്ട് സ്ഥലത്തും വെക്കേണ്ടത് ഒന്ന് വിൽ ബി ഓൺ പാലാരിവട്ടം ആണെങ്കിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഹാസ് എ ജുറിസ്ഡിക്ഷൻ ടു കീപ് ദാറ്റ്. ദ അതർ തിങ് ഈസ് ഹാപ്പനിങ് ഓൺ ദ കടവന്ത്ര സൈഡ് ആണെങ്കിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഒരു എപ്പോഴും ചോദ്യം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ഇങ്ങനെ വർക്ക് പ്ലേസസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബോക്സ് കൊണ്ട് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇല്ല നോ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ഷീ ബോക്സ് എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ്. ഇറ്റ് ഇസ് നോട്ട് SHE, ഷീ അല്ല, സെക്ഷൽ ഹരാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ് ആണ്. അതിൽ യു ഓൾസോ പ്രൊവൈഡ് ഇമെയിൽ IDs ഇഫ് ഐ എം റൈറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു എന്റർടൈൻ ഇൻഡസ്ട്രിയാണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വി ഹാവ് ടു വെയർ ദ വൈറ്റ് കോളർ ജോബ് അല്ല. ദർ ഈസ് ഫൺ, ദർ ഈസ് എലമെന്റ് ഓഫ് അതെ. അപ്പൊ ആ ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് നശിപ്പിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ. അല്ല, ഇങ്ങനെ ഈവൻ ആർട്ടാണ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ബ്യൂട്ടി കട്ട് ചെയ്യാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് എന്ത് ആ എക്സ്പ്രഷൻ നമുക്ക് എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ഒരാള്, മെയിൽ ആക്ടർ, എനിക്ക് പേടിയുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ റെസ്പോൺസ് കറക്റ്റ് ആവില്ല, എൻ്റെ ആക്ടിങ് കറക്റ്റ് ആവില്ല, എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവിടെയൊക്കെ എനിക്കും നഷ്ടം വരികയാണ്. അതിൻ്റെ അകത്ത് ഒരു ഹിഡൻ ഫിയർ ഫാക്ടർ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പറഞ്ഞ കേസില് വിൻസിയുടെ കാര്യത്തിൽ ആ കുട്ടി പറഞ്ഞൊരു മെയിൻ പോയിന്റ് അതെ, ആ ഒരു ഔട്ട്പുട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. better. Like, it's all workspace. It's all about comfort zone. പൊട്ടൻഷ്യൽ അവിടെ സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത്. ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളുടെ ഇതുപോലത്തെ ഒരു കോളേർഡ് ജോബ് അല്ലാത്ത ഒരു സ്ഥലത്ത് യു ടെൻ ടു ബിക്കം വെരി കംഫർട്ടബിൾ. Only if you are comfortable you can work. പക്ഷേ where should you start and where should you end? That is what we are trying to bring in to the picture. ശരിക്കും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ അവരുടെ എന്തായാലും ഇത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ചിട്ട് അവര് മാക്സിമം നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒറ്റൊരു വേർഡ് കൊണ്ടോ ഒരു ഗസ്റ്റർ കൊണ്ടോ നമ്മളെ ഇത്രയും വലിയ എഫേർട്ട് അവരില്ലാണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഒരു കാര്യമാണ് ആക്ട് ഓഫ് സേയിങ് നോ. യു ഷുഡ് നോ വെയർ ടു സേ നോ. അത് ഫെസിലിറ്റീസ് ഉണ്ട്, അതും ഇറ്റ്സ് മാൻഡേറ്ററി ആണ്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ആം നോട്ട് കംഫർട്ടബിൾ ടു ഓപ്പൺ അപ്പ് അബൌട്ട് ദ ഇൻസിഡന്റ് വാട്ട് എക്സാക്ട്ലി, ബട്ട് ഐ ആം കേപ്പബിൾ ഇനഫ് ടു സേ നോ. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ വിക്ടിമിന് അല്ലെങ്കിൽ സർവൈവറിന് കിട്ടുന്നൊരു നീതി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് വിശ്വാസം. കമ്മിങ് ബാക്ക്, ദിസ് ഈസ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അത് വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് we can share it with you. You can circulate in the groups and all. How awareness create ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണോ അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. And in a matter of few years this awareness ഇതൊരു നോമായി മാറും. ഇറ്റ് വിൽ നോ മോർ ബി ഇത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമായിട്ട് വരില്ല. സാറിന് അത്ര എഫേർട്ട് വരേണ്ടി വരില്ല. നിങ്ങൾ മൂവി ചെയ്യുന്നെങ്കിൽ ഇതിൽ എല്ലാം ഇറ്റ് ലോ. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ കോടതി സിസ്റ്റം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മോറൽ വാല്യൂസിലേക്ക് കുറേയും കൂടെ ഇത് ആൾക്കാർ അതൊരു ശീലമായി മാറും. അവരുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫായിട്ട് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ ഫിലിം ചേംബറോ നമ്മുടെ അസോസിയേഷൻ വന്നിട്ട് ഇങ്ങനത്തെ കമ്മിറ്റി ഫോം ചെയ്യാതെ പടങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട, സെൻസറേ ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ദോസ് ആർ എക്സ്ട്രീം സ്റ്റെപ്സ്, ബട്ട് it can be looked into. കുറച്ച് പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എന്തായാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു
കണ്ടിന്യൂയിങ് ഒരു പ്രോസസ്സാണ്. നമ്മളൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 97 വന്ന വിശാഖ ആ കേസിനെ വെച്ച് നമുക്ക് 2013 ഈ പോഷ് ആക്ടിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മളിലേക്ക് അത് വരുമ്പോൾ 2022 ആയി. ഇപ്പോൾ 2025 നമ്മൾ അതിൻ്റെ ഡിസ്കഷൻസ് ആയി എന്താ നമുക്ക് കൂടുതൽ ചെയ്യാമെന്ന്. അപ്പോൾ നാച്ചുറലി അത് മുന്നോട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടുതൽ അതിലേക്ക് പോളിസീസും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് കണ്ടിന്യൂ ചെയ്യട്ടെ. നന്നായി ചെയ്യുന്നവരും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നവരും അവരും നമ്മുടെ കൂടെ ഈ ജേർണിയിൽ പാർട്ടാവട്ടെ. ഈ ഒരു പോയിന്റിൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് മുകേഷ് സർ, അമ്പിളി, ഫെറ ആൻഡ് ഹേമ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖല ഞങ്ങൾ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു നീക്കം എടുത്തു എന്ന് പറയാൻ തന്നെയാണ് എനിക്കത് ഇഷ്ടം. ഇപ്പോൾ എന്താ പറയുക, ബേബി സ്റ്റെപ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ നടക്കുന്ന പോലെ പിച്ച വയ്ക്കുന്നുണ്ട്, വീഴുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒന്നും അറിയാതെ അന്തിച്ച് നിൽക്കുന്നവരുണ്ടെന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾക്കും ഇപ്പോൾ ഈ ഇരുന്ന ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് പല ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റി. അല്ലാതെ ഇത് ക്യാമറ ഓഫായിരിക്കുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ഇതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും കൂടുതൽ നല്ല കാര്യങ്ങളിലേക്കാണ് യാത്ര എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.